കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. റോമലേഖന പഠനം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവകൃപയാൽ 10-ാം അധ്യായവും നമുക്ക് തീർക്കുവാനായിട്ടിടയായി. നമുക്ക് 11-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. റോമലേഖനം 11-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ പ്രത്യേകം ഓർത്തു, റോമലേഖനത്തെ അടുക്കും ചിട്ടയുമായിട്ട് പൗലോസ് വേദശാസ്ത്രത്തെ ആസ്പദമാക്കി വേർതിരിച്ചിട്ടുണ്ട്. നാം ആ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ 9, 10, 11 അധ്യായം ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്ന ചരിത്രമാണ് എന്ന് നമ്മൾ കണ്ടു. അതിൽ വളരെ ദുഃഖപൂർണമായ ഒരു ചരിത്രമാണ് 9, 10 അധ്യായത്തിൽ നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് കാണുവാനായിട്ടിടയായത്. എന്നാൽ 11-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു യഹൂദൻ്റെ മനസ്സിൽ വരുന്നതിനെക്കാട്ടിലുപരി ഒരു ജാതീയ മനുഷ്യൻ, നമ്മൾ ഓർത്തു പഴയ നിയമത്തിൽ മാനവരാശിയെ രണ്ടായാണ് വേർതിരിച്ചിരിക്കുന്നത്. യഹൂദന്മാരും യഹൂദരല്ലാത്തവർക്ക് ജാതികളെന്ന് പേര് പറഞ്ഞു. അപ്പോൾ ഒരു ജാതീയ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വരികയാണ്. ആ ചിന്ത എന്താണെന്ന് നോക്കിയാൽ 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നോക്കിക്കാട്ടെ. 11-ന്റെ 13-ാം വാക്യം: എന്നാൽ ജാതികളായി നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലൻ ആയിരിക്കാൻ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ലവിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. ജാതികളായി നിങ്ങളോട് ഞാൻ പറയുന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ജാതികളുടെ ഹൃദയത്തിൽ അങ്കുരിക്കുന്ന ചോദ്യമാണ് ഈ 11-ാം അധ്യായത്തിൻ്റെ വിഷയം. നമ്മൾ ഓർത്തു 9, 10 അധ്യായം വളരെ ദുഃഖപൂർണമായ യഹൂദൻ്റെ ചരിത്രമാണ്. അപ്പോൾ ഒരു ജാതീയ മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ അങ്കുരിക്കുന്ന ചോദ്യമാണ് പൗലോസ് ഇവിടെ ചോദിക്കുന്ന ചോദ്യം. അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കിക്കാട്ടെ. 1-ാം വാക്യത്തിൽ അതിൻ്റെ ആദ്യത്തെ 6 വാക്യത്തിൽ യഹൂദനോടുള്ള ബന്ധത്തിൽ വീണ്ടും പൗലോസ് ഓർപ്പിക്കുകയാണ്. യഹൂദനെ മുഴുവൻ തള്ളിക്കളഞ്ഞോ, അല്ല, ഒരു ശേഷിപ്പ്, ഒരു എലക്ഷൻ, ഒരു ദൈവം തെരഞ്ഞെടുത്തവർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആദ്യത്തെ 6 വാക്യത്തിലൂടെ പൗലോസ് തെളിയിക്കുകയാണ്. നമുക്ക് 1-ാം വാക്യം നോക്കാം. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല, ഞാനും ഇസ്രായേലിനല്ലയോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. നോക്കാം, പൗലോസ് ചോദിക്കുകയാണ്, ദൈവം ഇസ്രായേലിനെ മുഴുവൻ തള്ളിക്കളഞ്ഞോ? അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ പൗലോസ് സാധാരണ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഒരു നാളുമില്ല. ഫാർ ബി ദ തോട്ട്. അങ്ങനെ ഒരു ചിന്ത തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് അകറ്റിക്കളയുക. ആ പൗലോസ് ഇതിനു മുമ്പ് പലപ്പോഴും ആ പദം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവം സ്വന്തം ജനത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞോ? ഫാർ ബി ദ തോട്ട്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് എന്ന് പറയുകയാണ്. എന്നിട്ട് താൻ തൻ്റെ സാക്ഷ്യം തന്നെ പറയുകയാണ്. പൗലോസ് എന്താ പറയുന്നത്? ഞാനൊരു യഹൂദനല്ലയോ? ഞാൻ ഇസ്രായേലിയനല്ലയോ? ഞാൻ അബ്രഹാമിന്റെ സന്തതിയിലുള്ളവനല്ലയോ? ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനല്ലയോ? ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനായി ജനിച്ചവനാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, പൗലോസ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു യഹൂദനാണ്. അദ്ദേഹം ഒരു പ്രോസ്ലൈറ്റ് പോലുമല്ല. ഒരു പ്രോസ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുറജാതിക്കാരൻ പഴയ നിയമകാലങ്ങളിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ അവൻ യഹൂദന്റെ വിശ്വാസത്തിലേക്ക് വന്ന് ആചാരങ്ങളിലേക്ക് അവൻ മടങ്ങി വരണം. അങ്ങനെയാണ് പഴയ നിയമത്തിൽ പ്രോസ്ലൈറ്റ് ആയിട്ട് ഒരു പുറജാതിക്കാരൻ രക്ഷിക്കപ്പെടുന്നത്. പൗലോസ് പറയുകയാണ്, അങ്ങനെയല്ല, ഞാനൊരു യഹൂദനാണ്, ഞാൻ ഇസ്രായേലിയനാണ്, ഞാൻ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവനാണ്. ഇസ്രായേലിനെ മുഴുവൻ ദൈവം തള്ളിക്കളഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ സാക്ഷ്യം താൻ എടുത്തു പറയുകയാണ്. എന്നിട്ട് 2-ാം വാക്യത്തിൽ പറയുന്നത് നോക്കിക്കാട്ടെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവം മുന്നറിഞ്ഞ തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഗാഡ്സ് പീപ്പിൾ ഹൂം ഹി ഫോർന്യൂ. ദൈവം മുന്നമേ അറിഞ്ഞവരെ ഒരിക്കലും അവൻ തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ വാക്യം നമുക്ക് ഒരല്പസമയം എന്താണ് അതിൻ്റെ ആശയമെന്നുള്ളത് ചിന്തിക്കാം. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. യഹൂദനെ കുറിച്ച് പറയുന്ന ഒരു വാക്കാണ്, ദൈവം അവരോട് പറയുന്ന വാക്കാണ്. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം, അവിടെ ആദ്യത്തെ 2 വാക്യം. ആമോസ് 3-ന്റെ ആദ്യത്തെ 2 വാക്യം: ഇസ്രായേൽ മക്കളെ, നിങ്ങളെക്കുറിച്ച് ഞാൻ മിസ്രയീമിൽ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച സർവ്വ വംശത്തെക്കുറിച്ചും യഹോവയുടെ അരുളി ചെയ്യുന്ന ഈ വചനം കേൾപ്പീൻ. ഇസ്രായേലിനോട് തന്നെ പറയാണ് കേൾക്കാൻ. എന്താണ്? ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളെ സന്ദർശിക്കും. ഇംഗ്ലീഷിൽ വായിച്ചാൽ അത് അല്പം വിഭിന്നമാണ്. ഞാൻ നിങ്ങളെ മാത്രം, യു ഓൺലി ഹാവ് ഐ നോൺ ഔട്ട് ഓഫ് ഓൾ ദ ഫാമിലീസ് ഓഫ് ദ എർത്ത്. യു ഓൺലി
ഹാവ് ഐ നോൺ ഔട്ട് ഓഫ് ഓൾ ദ ഫാമിലീസ് ഓഫ് ദ എർത്ത്. ഭൂമിയിൽ അനേക രാജ്യങ്ങളുണ്ട്, അവയുടെ മധ്യത്തിൽ നിങ്ങളെ മാത്രമാണ് ഞാൻ മുന്നറിഞ്ഞിരിക്കുന്നത്. ഫോർ നോൺ, ദൈവത്തിൻ്റെ ഫോർ നോളജ് എന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവരെ അറിഞ്ഞു എന്നാണ്. എന്താണ് ഇതിൻ്റെ ആശയം? ഇതിൻ്റെ ആശയം ദൈവം അവരുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കിയെന്നുള്ളതല്ല, ദൈവം അവരെക്കുറിച്ച് മനസ്സിലാക്കിയെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. യു ഓൺലി ഹാവ് ഐ നോൺ ഔട്ട് ഓഫ് ഓൾ ദ ഫാമിലീസ് ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളോട് മാത്രമാണ്. നിങ്ങളാണ് എനിക്ക് മുന്നറിഞ്ഞ ജനം. അക്വൈൻറ്റഡ് വിത്ത് ബിഫോർ ഹാൻഡ്, മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ ഇടപെട്ടു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ. നമ്മളെക്കുറിച്ചും അങ്ങനെ വായിക്കുന്നില്ലേ റോമലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. 8-ാം അധ്യായത്തിൽ അവിടെ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 29, അവൻ മുന്നറിഞ്ഞവരെ എന്ന് പറഞ്ഞാൽ ചരിത്രങ്ങളുടെ ആരംഭത്തിന് മുൻപ് തന്നെ ഇത് മനസ്സിലാക്കാൻ വീണ്ടും നമുക്ക് ആമോസിന്റെ പുസ്തകത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണോടിച്ചേക്കാം. ആമോസിന്റെ പുസ്തകം, ഇവിടെ ഞാൻ ആ ഭാഗം ശ്രദ്ധിക്കുകയായിരുന്നു. ആമോസിന്റെ പുസ്തകത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇസ്രയേലിന്റെ ചരിത്രം, ഈ വാക്യം ദൈവം ഉദ്ധരിക്കുന്ന യു ഓൺലി ഹാവ് ഐ നോൺ എന്ന് ദൈവം പറയുമ്പോൾ ഈ ആമോസിന്റെ പുസ്തകത്തിൽ എത്രയോ രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് ദൈവം അത് പറയുന്നത്. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നോക്കിയാട്ടെ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ദമ്മേശെക്കിന്റെ ഡമാസ്കസ്, സിറിയ. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കിയാട്ടെ. 6-ാം വാക്യം, ഗാസയുടെ 3-4 ഗസ എന്ന് പറയുന്ന ഇന്നത്തെ ഗാസയുടെ പ്രദേശം തന്നെ, ആ ഫെലിസ്ത്യ ദേശം എന്ന് നമ്മൾ പറഞ്ഞിരുന്ന പ്രദേശം. 9-ാം വാക്യം നോക്കിയാട്ടെ. 9-ാം വാക്യം, സോരിന്റെ 3-4 അതിക്രമം. ഏതാണ് ഈ സോര്? സോരും സീദോനും ഇന്നത്തെ ലെബനോന്റെ പ്രദേശമാണ്. അന്നത്തെ പുരാതന നഗരമായിരുന്നു സോരും സീദോനും. അതിലെ ആ നഗരത്തെക്കുറിച്ച് പറഞ്ഞു. 1-11 നോക്കിയാട്ടെ. 1-11, ഏദോമിന്റെ 3-4 അതിക്രമ നിമിത്തം ഏദോമ്യരെ കുറിച്ച് പറഞ്ഞു. ആരാണ് ഏദോമ്യര്? ഇന്നത്തെ ജോർദാന്റെ തെക്ക് ഭാഗമാണ്. വീണ്ടും ദൈവം പറഞ്ഞു നോക്കിയാട്ടെ. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, മോബിന്റെ 3-4 അതിക്രമം, മോബിനെ കുറിച്ച് പറഞ്ഞു. 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, യഹൂദയുടെ 3-4 അതിക്രമം. അതായത് ഇസ്രയേൽ രണ്ടായിട്ട് തിരിഞ്ഞു. വടക്കുള്ളത് ഇസ്രയേൽ എന്നും തെക്കുള്ളത് യഹൂദ എന്നും വന്നു. നോക്കുക, അതിന്റെ ശേഷം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കിയാട്ടെ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രയേൽ 3-4 അതിക്രമം. അത് പറഞ്ഞിട്ടാണ് 3-ാം അധ്യായത്തിൽ അതിന്റെ 2-ാം വാക്യത്തിൽ ദൈവം പറയുന്നത്, യു ഓൺലി ഹാവ് ഐ നോൺ ഔട്ട് ഓഫ് ഓൾ ദ ഫാമിലീസ് ഓഫ് ദ എർത്ത്. ഭൂമിയിൽ അനേക രാജ്യങ്ങളുണ്ട്, ദൈവത്തിന് അവയെക്കുറിച്ച് അറിയാം, ഇസ്രയേലിനെ കുറിച്ചും അറിയാം. അതല്ല വിഷയം. ഇവിടെ ദൈവത്തിൻ്റെ മുന്നറിവെന്ന് പറഞ്ഞാൽ ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവം അവരെക്കുറിച്ച് ദൈവത്തിന് അറിയാം. ഫോർ നോളജ് ബിഫോർ ദിയർ എർത്തലി ഹിസ്റ്ററി ബിഗാൻ. അവരുടെ ലോക ചരിത്രം തുടങ്ങുന്നതിന് മുമ്പ് ഹി വാസ് അക്വൈൻറ്റഡ് വിത്ത് ദം. നമ്മെ സംബന്ധിച്ചും അത് തന്നെയാണ്. ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തതാണ്. നമുക്കൊരു വാക്യം കൂടെ ഇതോട് ചേർത്തൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നോക്കിയാട്ടെ. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 and verses 9. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കേ. Now you have come to know God, or rather to be known by God. അതിൻ്റെ അർത്ഥം യു ആർ നോൺ ബൈ ഗോഡ്. നിങ്ങൾ ദൈവത്താൽ അറിയപ്പെട്ടു, ദൈവം നിങ്ങളെ അറിഞ്ഞു. ടു ബി നോൺ ബൈ ഗോഡ്. നമ്മൾ ഈ യഹൂദനെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് ഈ ഭാഗം 2-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം മുന്നറിഞ്ഞ തൻ്റെ ജനത്തെ. ആരെക്കുറിച്ചായി പറയുന്നത്? അതിൻ്റെ 5-ാം വാക്യം നോക്കിയാട്ടെ. 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. 11-ന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഇസ്രയേലിന്റെ മധ്യത്തിൽ ഒരു റെമനന്റ് ഉണ്ട്. ആ റെമനന്റിനെ ദൈവം മുന്നേ അറിഞ്ഞവരാണ്. ഇസ്രയേലിനെ മൊത്തത്തിലല്ല ദൈവം പറയുന്നത്. ഇസ്രയേലിന്റെ മധ്യത്തിൽ ദൈവം തെരഞ്ഞെടുത്ത ഒരു ശേഷിപ്പുണ്ട്, കൃപയാൽ തെരഞ്ഞെടുത്ത ഒരു ശേഷിപ്പ്. അവരെക്കുറിച്ച് വീണ്ടും നോക്കിയാട്ടെ. 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നോക്കിയാട്ടെ. 11-ന്റെ 7-ാം വാക്യം, അല്ലെങ്കിൽ കൃപയല്ല, ആകയാൽ
എന്ത്? ഇസ്രായേൽ താൻ തെരഞ്ഞെടുത്തത് പ്രാപിച്ചില്ല, തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ആരാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ? ഇസ്രായേലിൽ മൊത്തമല്ല ഈ ചരിത്രം പറയുന്നത്. ഇസ്രായേൽ മൊത്തത്തിലല്ല. അവരെ ദൈവം തള്ളിക്കളഞ്ഞോ? ഇല്ല. എന്നാൽ ദൈവം അവരിൽ അക്വൈൻറ്റഡായ, ദൈവം അവരെ അറിഞ്ഞൊരു കൂട്ടം ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്. ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ, അല്ലെങ്കിൽ ആ ശേഷിപ്പ്. ഇവിടെ വായിക്കുന്നത് പോലെ തെരഞ്ഞെടുക്കപ്പെട്ടവർ, യഹൂദന്മാരുടെ മധ്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. പൗലോസ് അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. whom God has chosen. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിലും പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, ദൈവം മുൻകണ്ടവരെ വിളിച്ചു. അവരെ കുറിച്ച് വായിക്കുന്നു, ദൈവം അവരെ കുറിച്ച് അറിഞ്ഞു. പൗലോസ് തെളിയിക്കാൻ വീണ്ടും എടുത്ത് പറയുന്ന ഒരു തെളിവ് 3-4 വാക്യം നോക്കിയാട്ടെ. അവൻ ഇസ്രായേലിന് വിരോധമായി, 2-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഓർക്കുന്നത് മുന്നറിഞ്ഞ ജനമാണ്. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നെന്ന് അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായതെന്ത്? ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിച്ചിരിക്കുന്നുവെന്ന് തന്നെ. അങ്ങനെ ഈ കാലത്ത് കൃപയാലുള്ള തെരഞ്ഞെടുപ്പിന് വളരെ ശേഷിപ്പുണ്ട്. പൗലോസിൻ്റെ ആർഗ്യുമെന്റ് നോക്കിയാട്ടെ. ഏലിയാവിൻ്റെ കാലം നമുക്കറിയാം. ഏലിയാവിൻ്റെ കാലത്ത് ബാലിന് ആളുകൾ മുട്ടുകുത്തി, ബാലിന് പ്രവാചകന്മാരെ, 100 കണക്കിന് പ്രവാചകന്മാരെ അവിടെ ഇസബേലും മറ്റും വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഏലിയാവ് പ്രാണരക്ഷാർത്ഥം ഓടി ദൈവത്തോട് പറയുകയാണ്, അവർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞ മറുപടിയാണ് 1 രാജാക്കന്മാർ 19:18. 1 രാജാക്കന്മാർ 19:18 വായിക്കണമെന്നില്ല. ദൈവം എടുത്ത് പറഞ്ഞു, ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ എനിക്കായി ശേഷിച്ചിരിക്കുന്നു. അവിടെ നോക്കിക്കാട്ടെ, ഇസ്രായേൽ മക്കൾ ബാലിനെ ആരാധിച്ചും ദൈവത്തിൽ നിന്ന് വിരോധമായി പോയപ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം എടുത്ത് പറഞ്ഞതെന്താ? ഒരു ശേഷിപ്പുണ്ട്, ഒരു ശേഷിപ്പുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രം പൗലോസ് എടുത്ത് പറയുകയാണ്, ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്, റെമനന്റ് ഉണ്ട്. അത് ദൈവം തെരഞ്ഞെടുത്തവരാണ്, കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവം മുന്നമേ അറിഞ്ഞവരാണ്. അങ്ങനെ ഒരു ശേഷിപ്പ് ഇന്നും ഉണ്ട് എന്നുള്ളത് എടുത്ത് പറയുക. 5-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ്. ആ വാക്യം നോക്കുക, തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീർന്ന ഒരു ശേഷിപ്പ്. ലോകം ഇന്ന് എത്രയോ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ക്രിസ്തീയ സമൂഹം തന്നെ എത്രയോ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പക്ഷേ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ there will be a remnant for God. ദൈവത്തിന് വേണ്ടി ഒരു ശേഷിപ്പുണ്ട്. യഹൂദൻ്റെ ചരിത്രം പൗലോസ് എടുത്ത് പറയുമ്പോൾ അങ്ങനെ ഒരു ശേഷിപ്പിനെ പൗലോസ് പറയുകയാണ്, ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്. ബാലിൻ്റെ ആ കാലത്ത് 7000 പേരെ ദൈവം പ്രത്യേകം സൂക്ഷിച്ചിരുന്നു. ഏലിയാവ് വലിയൊരു പ്രവാചകനാണ്. അദ്ദേഹം ഓർത്തു താൻ മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. 6-ാം വാക്യം എടുത്ത് നോക്കിയാട്ടെ. കൃപയാലെങ്കിൽ പ്രവൃത്തിയാൽ അല്ല, അല്ലെങ്കിൽ കൃപയല്ല. ആ വാക്യം വളരെ ചിന്തനീയമായതും എംഫസിസ് ചെയ്യേണ്ടതായ ഒരു വാക്യമാണ്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാൽ അല്ല, അല്ലെങ്കിൽ കൃപയാൽ അല്ല. ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തെരഞ്ഞത് പ്രാപിച്ചില്ല, തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, ഇസ്രായേൽ അവരെ പ്രവൃത്തിയിലൂടെ ദൈവത്തെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചു, അത് പ്രാപിച്ചില്ല. എന്നാൽ ഒരു കൂട്ടർ ഇസ്രായേലിൻ്റെ മധ്യത്തിലുണ്ട്. അവരാരാണെന്ന് പൗലോസ് രഹസ്യം പറയുക. അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവം തെരഞ്ഞെടുത്തവരാണ്. പൗലോസിൽ അതിലുണ്ട് എന്നുള്ളത് എടുത്ത് പറയുകയാണ്. അവർ വിശ്വാസത്താലാണ് അവർ രക്ഷിക്കപ്പെട്ടത്, ഈ ദൈവകൃപയെ അനുഭവിച്ചത്. പക്ഷെങ്കിൽ ഈ ദൈവകൃപയെ അനുഭവിക്കാൻ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുവാൻ അവരുടെ ഭാഗത്തൊന്നുമില്ല. ഞാൻ വിശ്വസിച്ചത് കൊണ്ടാ ദൈവം എന്നെ തെരഞ്ഞെടുത്തെന്ന് മനുഷ്യന് പറയാൻ നിവൃത്തിയില്ല. ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണ് അവർ വിശ്വസിപ്പാനായിട്ട് ഇടയായി മാറിയത്. അതിൻ്റെ പേരാണ് കൃപ, ഗ്രേസ്. കൃപയാൽ അല്ലെങ്കിൽ കൃപയല്ല. പ്രവൃത്തി എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കൃപയാൽ, വിശ്വാസത്താൽ. അതിന് നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഗലാത്യ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം നോക്കാം. ഗലാത്യ ലേഖനം 2-ന്റെ
15ഉം 16ഉം വാക്യം നോക്കിയാട്ടെ. നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല, യഹൂദന്മാരത്രേ. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്നറിഞ്ഞിരിക്കുക കൊണ്ട് നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ. 21-ാം വാക്യം, ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല, ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ ആയല്ലോ. ന്യായപ്രമാണത്താൽ നീതി വരുന്നില്ല, ക്രിസ്തുവേശുള്ള വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. പത്രോസ് ആദ്യത്തെ ചർച്ച് കൗൺസിലിൽ ചെയ്ത പ്രസംഗം. അപ്പോൾ 15-ന്റെ 11-ാം വാക്യത്തിൽ 7-ാം വാക്യം 11-ാം വാക്യം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്നുള്ളത് അവിടെയും എടുത്ത് പറയുന്നുണ്ട്. യഹൂദന്മാരും ജാതികളും ഈ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നു, ദൈവം അംഗീകരിക്കുന്നു എന്നുള്ളത് കാണിക്കുകയാണ്. ഇസ്രായേലിന് എന്താണ് സംഭവിച്ചത്? അവർ തിരഞ്ഞു, അത് പ്രാപിച്ചില്ല. ശേഷമുള്ളവരോ കഠിനപ്പെട്ടു പോയി. എന്നാൽ നമ്മൾ അതോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിനെ കുറിച്ച് വളരെ വളരെ ചിന്തനീയമായ ചില ഭാഗങ്ങളാണ് ഇനി എടുത്ത് പൗലോസ് കോട്ട് ചെയ്യുന്നത്. എന്താണ് പറഞ്ഞത്? തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ 8-ാം വാക്യം, നമ്മൾ കഠിനപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു. ഫറവോൻ അവൻ്റെ ഹാർട്ട് ഹെവിയായി, പാപം മൂലം ഹെവിയായതുപോലെ അത് സംഭവിക്കുന്നു. 2 കാര്യം സംഭവിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരത് പ്രാപിക്കുമ്പോൾ ശേഷമുള്ളവർ കഠിനപ്പെടുകയാണ്. ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. ആരോ ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ, ഒരേ സൂര്യൻ ഉദിച്ച് നിൽക്കുകയാണ്. അത് മെഴുകിനെ ഉരുക്കുമ്പോൾ കളിമണ്ണിനെ കഠിനമുള്ളതാക്കി തീർക്കും. മെഴുകിനെ ആ സൂര്യൻ ഉദിപ്പിക്കുമ്പോൾ അതേ സൂര്യൻ കളിമണ്ണിനെ കടുപ്പമുള്ളതാക്കി തീർക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവർ വിശ്വസിക്കുന്നു, ശേഷമുള്ളവർ കഠിനപ്പെടുന്നു. ആ ഭാഗം ചിന്തനീയമായ ഒരു കാര്യമാണ്. ദ റെസ്റ്റ് ആർ ബ്ലൈൻഡഡ്, ദേ ആർ ഹാർഡൻഡ്. അവർ ഹാർഡൻഡായി മാറുകയാണ്. എന്താണ് പൗലോസ് അതുള്ള ബന്ധത്തിൽ പറഞ്ഞത്? 8-ാം വാക്യം നോക്കിയാട്ടെ. ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെ നിന്ന് കോട്ട് ചെയ്താണ്? നമുക്ക് ആ 2 വാക്യങ്ങളും നോക്കാം. യെശയ്യാപ്രവചനം 29:10. അത് വളരെ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ പ്രാധാന്യത അർഹിക്കുന്ന ഒരു ഭാഗമാണ്. യെശയ്യാപ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, ഐശയ്യാ 29:10. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യഹോവ ഗാഢനിദ്ര നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു. അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടമിട്ടിരിക്കുന്നു. 6-ാം അധ്യായം നോക്കാം. യെശയ്യാപ്രവചനം 6-ാം അധ്യായം 6-ന്റെ 9-ഉം 10-ഉം വാക്യം നോക്കിയാട്ടെ. 6-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യം. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും, തിരിച്ചറിയില്ല, നിങ്ങൾ കണ്ടിട്ടും ഗ്രഹിക്കുകയില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സുകൊണ്ട് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. യഹൂദനുള്ള ബന്ധത്തിൽ പറയുകയാണ്. എന്താ പറയുന്നത്? God gave them a spirit of stupor, eyes that they should not see, and ears that they should not hear, unto this very day. ഇന്നുവരെ യഹൂദനുള്ള ബന്ധത്തിൽ പറയുകയാണ്. ഇന്നുവരെ കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും തിരിച്ചറിയാത്ത മനസ്സുമൊക്കെ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? ഇസ്രായേൽ ആത്മീയമായി കഠിനപ്പെട്ടു പോയി. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷിക്കാൻ വന്നത് ആരുടെ മധ്യത്തിലാണ്? മത്തായിയുടെ സുവിശേഷം ഒന്ന് നോക്കിയാട്ടെ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, യോഹന്നാൻ രേഖപ്പെടുത്തി സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നോക്കിയാട്ടെ. മത്തായി 10:5. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചെന്നാൽ, ജാതിയുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണങ്ങളിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. അതായത് യേശുക്രിസ്തു വന്നത് യഹൂദന്റെ മധ്യത്തിലെ ശുശ്രൂഷയ്ക്കാണ്. ശിഷ്യന്മാരെ ജാതികളുടെ അടുക്കൽ അയച്ചില്ല.
ക്രിസ്തു ജാതികളുടെ അടുക്കൽ ശുശ്രൂഷയ്ക്ക് പോയില്ല. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ മുഴുവൻ യഹൂദൻ്റെ മധ്യത്തിലായിരുന്നു. ഇനിയും അവൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിച്ചു നോക്കാം. അവൻ അവരോട് പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ ഓപ്പണായിട്ടാണ് കർത്താവ് പറയുന്നത്, തുറന്ന് സംസാരിക്കുക സ്വർഗരാജ്യത്തെക്കുറിച്ച്. എന്നാൽ തൻ്റെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ താൻ ഉപമകളിലൂടെ സംസാരിക്കാൻ തുടങ്ങി. 13-ാം അധ്യായം നോക്കിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം തന്നെ 13-ാം അധ്യായം. 13-ാം അധ്യായം തുടങ്ങി യേശുക്രിസ്തു യഹൂദന്മാരോട് പറയുന്നത് ഉപമകളിലൂടെയാണ്. നോക്കുക, അത് പറയുന്നതിന് മുമ്പ് കർത്താവ് അവരോടുള്ള ഇടപെടലിന് ഒരു പ്രത്യേക കാര്യം നോക്കിക്കട്ടെ. അതിൻ്റെ 48-ാം വാക്യം, അത് പറഞ്ഞവനോട് അവൻ, എൻ്റെ അമ്മയാർ, എൻ്റെ സഹോദരന്മാരാർ? ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും, സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരന്മാരും സഹോദരിയും അമ്മയുമാകുന്നെന്ന് പറഞ്ഞു. നോക്കുക, ശാരീരിക ബന്ധമുണ്ടായിരുന്ന യഹൂദന്മാർ, അവൻ സ്വന്തത്തിലേക്കാണ് വന്നത്, അവരുടെ മധ്യത്തിലാണ് ശുശ്രൂഷിച്ചത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നോക്കുക, ഈ യഹൂദന്മാർ അവിശ്വാസത്താൽ അവനെ കുടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നില്ല. കർത്താവിൻ്റെ ഹൃദയം നോക്കുകയാണ്. അവൻ തൻ്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറയുന്നു, നമ്മൾ അതിൻ്റെ 46 തൊട്ട് വായിക്കുന്നവൻ പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു വന്നു. ഒരുത്തൻ, നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ അന്വേഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ, ആരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. വാസ്തവത്തിൽ ചിന്തിച്ചു നോക്കിയേ, അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിച്ചില്ല. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന വാക്ക്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ സഹോദരന്മാരെന്ന് നമ്മളെ വിളിക്കുന്നത്, ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, അവൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ശേഷമാണ്. ഞാനിവിടെ ഓർപ്പിച്ചിട്ടുണ്ട്, ശിഷ്യന്മാരെ സഹോദരന്മാരെന്ന് വിളിക്കുന്നത് അവൻ്റെ മരണ പുനരുത്ഥാന ശേഷമാണ്. മറിയോട് പറയുന്നുണ്ട്, നീ പോയി എൻ്റെ സഹോദരന്മാരോട് ഇത് അറിയിക്കുക. അവൻ സഭാമധ്യേ, സഹോദരന്മാരുടെ മധ്യേ ആ ദൈവത്തിൻ്റെ നാമത്തെ വെളിപ്പെടുത്തും. സഭാമധ്യേ, സഹോദരന്മാരുടെ മധ്യേ ഒരു പുതിയ ബന്ധത്തിലേക്ക് വന്നു. ആരാണിവർ? എന്നാൽ യഹൂദനുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കാം. ഇവിടെ തന്നെ ഈ 12-ാം അധ്യായം അവസാനിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അവരോടുള്ള കർത്താവിൻ്റെ ഇടപെടലിൻ്റെ വ്യത്യാസം നമ്മൾ ദർശിക്കുന്നു. ഇനിയുമാണ് 13-ാം അധ്യായം വരുന്നത്. ഈ 13-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ഉപമകളിലൂടെ സംസാരിക്കാൻ തുടങ്ങി. അതുവരെ അങ്ങനെയല്ലായിരുന്നു. അവൻ്റെ പരസ്യശുശ്രൂഷ അങ്ങനെയല്ലായിരുന്നു. എന്നാൽ ഉപമകളിലൂടെ സംസാരിച്ചപ്പോൾ 10-ാം വാക്യം നോക്കിയാട്ടെ. 13-ന്റെ 10-ാം വാക്യം, ശിഷ്യന്മാർ അടുക്ക വന്നു അവനോട് ഉപമകളായി സംസാരിക്കുന്നത് എന്തെന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. യഹൂദനോടുള്ള ബന്ധത്തിലായി പറയുന്നത്, അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധിയായി ഉണ്ടാകും. ഇല്ലാത്തവനോടോ അവനുള്ളതുകൂടെ എടുത്തു കളയും. അതുകൊണ്ട് അവർ, അടുത്ത വാക്ക് നോക്കിയാട്ടെ, അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കാൻ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. നമ്മളിപ്പോൾ വായിച്ച യെശയ്യാ പ്രവചനോട് എടുത്ത് കോട്ട് ചെയ്യുന്നത് നോക്കിയാട്ടെ. അതെന്താ ഇവിടെ പറയുന്നത് നോക്കിയാട്ടെ. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കാൻ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കില്ല താനും, കണ്ണാൽ കാണും, ദർശിക്കില്ല താനും. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണു കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിച്ചുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. വീണ്ടും ഓർക്കണം, ഇത് യെശയ്യാവ് 29-ന്റെ 10, 6-ന്റെ 9 തൊട്ട് 10 വരെയുള്ള ഭാഗമാണ് ഇവിടെ എടുത്ത് കോട്ട് ചെയ്യുന്നത്. ആശ്ചര്യമായി ആ പഴയ നിയമത്തിൽ പറഞ്ഞത് യഹൂദന്റെ മധ്യത്തിൽ ഇവിടെ നിവർത്തിക്കപ്പെടുകയാണ്. ലിറ്ററലി എന്ന് പറയുമ്പോൾ അവരുടെ കർത്താവ് പറയാണ്, അവരുടെ ഹൃദയം തടിച്ചിരിക്കുന്നു. ഗ്രോസ് ഫാറ്റ് വിത്ത് പ്രോസ്പെറിറ്റി. ഹൃദയം തടിച്ചിരിക്കുന്നു. 2, ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. എന്താ പറയുന്നതിൻ്റെ കാര്യം? ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കേൾക്കാനൊന്നും വലിയ താല്പര്യമില്ല. ഞാനൊരു കൂട്ടത്തിലിരിക്കുക, അല്ലെങ്കിൽ മുറിയിലിരിക്കുക, എന്നെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെന്ന് എനിക്ക് സംശയം തോന്നിയാൽ ചെറുകെ പറഞ്ഞാലും എൻ്റെ ചെവി ആ ശബ്ദം തിരിച്ചറിയാനായിട്ട് ശ്രമിക്കും. എനിക്ക് താല്പര്യമില്ലെങ്കിലോ അടുത്തിരുന്ന് സംസാരിച്ചാലും തിരിയില്ല.
അവർ മന്ദമായി കേൾക്കുന്നു. ദൈവവചനം കേൾപ്പാൻ അവരുടെ കാതുകൾക്ക് താല്പര്യമില്ല. അവർക്ക് താല്പര്യമില്ല. അവർ കണ്ണടച്ചിരിക്കുന്നു. ഇതൊന്നും കണ്ടിട്ട് കാണാത്തവരെ പോലെ അവർ നോക്കുക, ഒരു സ്പിരിച്വൽ സ്ലംബർ, ആത്മികമായ ഉറക്കം. നമ്മൾ റോമലേഖനത്തിൽ വായിച്ചത് എന്താണ്? അവിടെ വായിച്ചത് അതിൻ്റെ 11:8 വാക്യം, ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഠനിദ്ര, വളരെ ഗാഠനിദ്ര എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ചുറ്റും നടക്കുന്നൊന്നും ഒരു പിടിയും കിട്ടത്തില്ല. യഹൂദൻ്റെ ചരിത്രമാണ്. നമ്മൾ ഓർക്കണം, ഈ യഹൂദന് ഈ പഴയ നിയമ ഏടുകൾ വായിച്ചാൽ കർത്താവിനെ കണ്ടുകൂടെ? എത്രയോ വ്യക്തമായി യേശുക്രിസ്തു അവരുടെ മശിയാണെന്ന് തെളിയിക്കാൻ സാധിക്കും. പക്ഷേ അവർ കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും ദൈവം അത് ഇന്ന് വരെ കൊടുത്തിരിക്കുക. ആൻഡ് ടു ദിസ് ഡേ, ഇപ്പോഴും അത് സംഭവിച്ചിരിക്കുക. ഈവൻ ടുഡേ ഇസ്രായേലിലെ ചരിത്രം അത് പറഞ്ഞിട്ട് പറയുന്നത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. 9-10 വാക്യം നോക്കിയാട്ടെ. അവരുടെ മേശ അവർക്ക് കണിയും കൊടുക്കും ഇടർച്ചയും പ്രതികാരമായി തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിഞ്ഞിരിക്കണമേ എന്ന് ദാവീദ് പറയുന്നു. ലെറ്റ് their table be a snare. അവരുടെ മേശ അവർക്കൊരു കുടുക്കും കണിയുമാണ്. എന്തോ ഇത്? എവിടുന്നാണ് ഇത് കോട്ട് ചെയ്തത്? നമുക്ക് ആ ഭാഗത്തിലേക്കൊന്ന് വരാം. 69 സങ്കീർത്തനം ഒന്ന് എടുത്താട്ടെ. 69 സങ്കീർത്തനം ആരാധനയ്ക്കൊക്കെ നമ്മൾ സാധാരണ ധ്യാനിക്കുന്ന ഒരു ഭാഗമാണ് 69 സങ്കീർത്തനം. 69 സങ്കീർത്തനത്തിൻ്റെ 21 വാക്യം, അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ ചൊറുക്ക കുടിപ്പാൻ തന്നു. സകല ജലാശയങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പുത്രൻ ദാഹിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവർ കയ്പ് കലക്കി കൊടുത്തു. എനിക്ക് ദാഹിക്കുന്നു. അവൻ്റെ ശരീരവേദനയുടെ ഒരു പ്രകടനമായിരുന്നു എനിക്ക് ദാഹിക്കുന്നുവെന്ന് അവൻ പറഞ്ഞത്. അവർ കൊടുത്തത് കയ്പ് കുടിക്കാൻ കൊടുത്തു. അതിൻ്റെ ശേഷം ആരാണിത് പറഞ്ഞത്? ക്രൂശിൽ കിടക്കുന്ന ഈ ദാഹിക്കുന്നുവെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയൊരു പ്രാർത്ഥനയാണ്. ഇത് പൗലോസ് എടുത്ത് റോമലേഖനത്തിൽ കോട്ട് ചെയ്യുകയാണ്. നമ്മൾ ഓർത്ത പോലെ 11 അധ്യായത്തിൽ 9, 10, 11 ഈ യഹൂദനെ കുറിച്ച് പറയുകയാണ്. യഹൂദനെ കുറിച്ച് പറയുമ്പോൾ ഈ വാക്യം എടുത്ത് കോട്ട് ചെയ്തിരിക്കുക. ആ വാക്യം ഏതാ? 22 വാക്യം നോക്കിയാട്ടെ. അവരുടെ മേശ അവരുടെ മുമ്പിൽ കണിയായും അവർ സുഖത്തോടിരിക്കുമ്പോൾ കുടുക്കായും തീരട്ടെ. എന്താ ഈ പറയുന്നത്? അവരുടെ മേശ അവർക്ക് കണിയും കുടുക്കുമാകണം. കർത്താവിൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയൊരു പ്രാർത്ഥനയാണെന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ എന്താണ് ഈ പ്രാർത്ഥിക്കുന്നത്? എന്താണ് ഈ മേശ? ഒരു വാക്യം ഒന്ന് വായിക്കാം, ഒറ്റ വാക്യം കൊണ്ട് തെളിയിക്കാം. എസെക്കിയേൽ 41 അധ്യായം നോക്കിയാട്ടെ. എസെക്കിയേൽ പ്രവചനം 41 അധ്യായം. 41 അധ്യായം 41 അധ്യായത്തിൻ്റെ 22 വാക്യം നോക്കിയാട്ടെ. എസെക്കിയേൽ 41 22 വാക്യം. യാഗപീഠം മരം കൊണ്ടുള്ളതും 3 മുഴം ഉയരവും 2 മുഴം നീളവും ഉള്ളതുമായിരുന്നു. അതിൻ്റെ കോണുകളും ചൂടുവശങ്ങളും മരം കൊണ്ടുണ്ടായിരുന്നു. അവൻ എന്നോട്, ഇത് യഹോവയുടെ സന്നിധിയിലെ മേശയാകുന്നു എന്ന് കൽപ്പിച്ചു. ഇത് യഹോവയുടെ സന്നിധിയിലെ മേശയാണ്. എന്തോ ഈ മേശ? യാഗപീഠം. യാഗപീഠം മേശയാണ്. 44 അധ്യായത്തിൻ്റെ 16 വാക്യം നോക്കിയാട്ടെ. 44 16 വാക്യം. അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ കടന്ന് എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എൻ്റെ മേശയുടെ അടുക്കൽ വരികയും എൻ്റെ കാര്യവിചാരണ നടത്തുകയും വേണം. എൻ്റെ മേശയുടെ അടുക്കൽ. പുരോഹിതന്മാർ യാഗപീഠത്തിൻ്റെ അടുക്കൽ ചെന്ന് ശുശ്രൂഷിക്കുന്ന കാര്യമാണ്. മലാക്കിയുടെ പുസ്തകം 1 അധ്യായം. മലാക്കിയുടെ പുസ്തകം 1 അധ്യായം അതിൻ്റെ 7 വാക്യം. മലാക്കിയുടെ പുസ്തകം 1 അധ്യായത്തിൻ്റെ 7 വാക്യം. നിങ്ങൾ എൻ്റെ യാഗപീഠങ്ങളിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നെന്ന് ചോദിക്കുന്നു. യഹോവയുടെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. 12 വാക്യം. നിങ്ങളോ യഹോവയുടെ മേശ മലിനമായിരിക്കുന്നു, അവൻ്റെ ഭോജനമായ അവൻ്റെ അനുഭവം നിന്ദ്യമാകുന്നു എന്ന് പറയുന്നു.
നമുക്ക് വളരെ വ്യക്തമായി ഈ വാക്യങ്ങളുടെ ഒരു കാര്യം അറിയാം. മേശയെന്ന് പറഞ്ഞിരിക്കുന്നത് യാഗപീഠമാണ്. എന്നാൽ ഈ യാഗപീഠം എങ്ങനെ കൊടുക്കും കണിയുമായി മാറുന്നത്? ഈ പ്രാർത്ഥന എപ്പോഴാണ് ഫലിച്ചത്? നമുക്കിനി ചരിത്രം നോക്കാം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ശേഷം AD 68 തൊട്ട് റോമക്കാരും യഹൂദനുമായിട്ട് പ്രശ്നമായി. തീത്തോസ് ഒരു വളരെ ബുദ്ധിമാനായ സൈന്യാധിപനാണ്, ടൈറ്റസ്. അദ്ദേഹം ഇസ്രായേലിനെ കയറി അങ്ങനെ ആക്രമിക്കുകയല്ലായിരുന്നു. നമുക്കറിയാം, യെരുശലേം എന്ന് പറയുന്നത് മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പട്ടണമാണ്. ദേവാലയം നിൽക്കുന്നത് ഈ മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട പട്ടണത്തിൻ്റെ ഉള്ളിലാണ്. എല്ലാ യഹൂദനും വർഷത്തിൽ 3 പ്രാവശ്യം അവിടെ കയറി വരും. പെസഹോത്സവ സമയം യോസീഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: അന്ന് ഈ ഉത്സവം ആചരിപ്പാൻ ഒരു 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയ്ക്ക് ആളുകൾ അതിൻ്റെ ഉള്ളിൽ വന്നു. 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയ്ക്ക്. അന്നത്തെ രീതി അനുസരിച്ച് പെസഹ കുഞ്ഞാടുമായിട്ട് വരും. ഒരു പെസഹ കുഞ്ഞാടിനെ അറുത്ത് കഴിഞ്ഞാൽ അവിടെ ഈ യാഗപീഠത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അറുത്തിട്ട് അവർ തിരിച്ചുപോയി അതിനെ ഭക്ഷിക്കുന്നത് ഏതാണ്ട് 10 പേരാണ്. 10 പേരാണ് ഈ ആട്ടിൻകുട്ടിയെ കഴിക്കുന്നത്. യോസീഫസ് പറയുന്നത് 20 ലക്ഷം 30 ലക്ഷം, ഈ 20-നും 30 ലക്ഷത്തിന് ആളുകൾ ഈ പെസഹോത്സവ സമയം AD 70 അകത്ത് കയറി. അന്ന് 10 പേർക്ക് 20 ലക്ഷത്തിന് ഒരു 20 ലക്ഷത്തിൻ്റെ പകുതി ഒന്ന് നോക്കിയേ, അതിൻ്റെ 10-1 ശ്രദ്ധിച്ച്, 20-നും 30 ഏതാണ്ട് 2.5 ലക്ഷം ആടിനെ AD 70 യാഗമായി ആ പെസഹോത്സവ സമയം അറുത്തിട്ടുണ്ടെന്നാണ് യോസീഫസ് പറയുന്നത്. 2.5 ലക്ഷം ആടുകളെ അതിനെ അർപ്പിക്കാനായിട്ട് അകത്ത് കയറിയപ്പോൾ ഈ ബുദ്ധിമാനായ തീത്തോസ് സൈന്യത്തിന് ഓർഡർ കൊടുത്തു വളയാൻ. നമ്മളോർത്ത് 20-30 ലക്ഷം അകത്ത് കയറിയപ്പോൾ റോമൻ സൈന്യം വളയുകയാണ്. ഒരു മനുഷ്യനും പുറത്തു പോകാതെയും പുറത്തുനിന്ന് ആരും അകത്ത് കയറാതെ നിരോധിച്ചു. കർത്താവ് അതിനു മുമ്പ് പറഞ്ഞില്ലേ, സൈന്യങ്ങൾ യെരുശലേമിനെ വളയും, നിന്നെയും നിൻ്റെ മക്കളെയും അതിൻ്റെ ഉള്ളിലിട്ട് ഞെരുക്കുമെന്നുള്ളത് കർത്താവ് പറഞ്ഞു. വടകോരി നിന്നെയും നിൻ്റെ മക്കളെയും ഞെരുക്കും. ആശ്ചര്യമായത് സംഭവിച്ചു. തീത്തോസ് ആ പ്രാവശ്യം 13 ലക്ഷം യഹൂദനെയാണ് വാളുകൊണ്ട് വെട്ടി വീഴ്ത്തിയത്. 13 ലക്ഷം. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചേ, അവരുടെ മേശ ഒരു കണിയും കൊടുക്കുവാകുകയല്ലായിരുന്നു. ഇറ്റ് ബിക്കേം എ ട്രാപ്പ് ആൻഡ് എ സ്നേർ. 13 ലക്ഷം യഹൂദനെ കൊന്നൊടുക്കത്തക്കവണ്ണം ഈ മേശ അല്ലെങ്കിൽ യാഗപീഠം അവർക്ക് കൊടുക്കും കണിയുമായി. നമ്മൾ ഓർക്കണം, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് യാഗമായി കഴിഞ്ഞ ശേഷവും തൻ്റെ മരണത്തെ കാണിക്കുന്ന ഈ നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് എഴുതി, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, ക്രിസ്തു തൻ്റെ. ആ ക്രിസ്തുവിനെ കാണിക്കുന്നതായിരുന്നു പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാട്. അതെല്ലാം പൂർത്തീകരിച്ചിട്ടും വീണ്ടും ഈ ആടിനെ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് യാഗം അവിടെ വെച്ച് അറക്കുവാൻ. അത് നമ്മളിവിടെ വായിച്ചതുപോലെ അതൊരു കണിയും ഒരു കൊടുക്കുമായി മാറി. അവരുടെ മേശ അവർക്ക് കൊടുക്കും കണിയുമായി മാറി. നമ്മൾ വീണ്ടും ഒന്ന് ആലോചിച്ചായിട്ട് ഈ മേശ വീണ്ടും നമ്മൾ ഓർക്കണം, മേശ തിരുവചനത്തിൽ കാണിക്കുന്ന ഇറ്റ് ഇസ് എ ടോക്കൺ ഓഫ് ഫെലോഷിപ്പ്. ഒരു കൂട്ടായ്മയുടെ ഒരു ഇതാണ് മേശ. കർത്താവ് ലവോദിക്ക സഭയോട് പറയുന്നില്ലേ, ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതൊരു കൂട്ടായ്മയുടെ ചിത്രമാണ്. ഒരു മേശയിലിരിക്കുന്ന കൂട്ടായ്മയുടെ ചിത്രമാണ്. നമ്മളൊരു മേശയുടെ പങ്കാളികളാണ്. കർത്തൃമേശ എന്ന് നമ്മൾ വിളിക്കുന്നു. ഒരപ്പത്തിൻ്റെ അവകാശികൾ. ഇറ്റ് ഷോസ് അവർ ഫെലോഷിപ്പ്. അതുപോലെ യാഗപീഠത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ നമ്മൾ ഓർക്കണം, യഹോവയുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ കൂട്ടായ്മയുടെ ചിത്രമാണ്. നമ്മൾ ലേവ്യ പുസ്തകം 6-ാം അധ്യായം എടുക്കുമ്പോൾ, അതുപോലെ ലേവ്യ പുസ്തകം 7-ാം അധ്യായമൊക്കെ എടുക്കുമ്പോൾ, എനിക്ക് എല്ലാം എടുക്കണമെന്നില്ല. നോക്കുക, 6-ാം അധ്യായം 7-ാം അധ്യായം അവിടെയൊക്കെ നമ്മൾ വരുമ്പോൾ ചില യാഗങ്ങൾ യാഗപീഠത്തിൽ അർപ്പിക്കും. ഉദാഹരണമായിട്ട് സമാധാനയാഗം, പീസ് ഓഫറിങ്. സമാധാനയാഗം യാഗപീഠത്തിങ്കൽ അതിൻ്റെ കൊഴുപ്പൊക്കെ അർപ്പിക്കുമ്പോൾ, അതിൻ്റെ കൈക്കുറങ്ങും നെഞ്ചുമൊക്കെ പുരോഹിതന് കൊടുക്കുമ്പോൾ ബാക്കി ഭാഗം അർപ്പിക്കുന്നവനും ഭക്ഷിക്കുക.
എന്നാലോചിച്ച് നോക്കിയേ, ആ മേശയിൽ അർപ്പിച്ചത് ഇവരും ഭക്ഷിക്കുകയാണ്. കൂട്ടായ്മ. ആ കൂട്ടായ്മ അനുഭവിക്കുകയാണ്. ഇത് ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മയുടെ ചിത്രമാണ് ഈ മേശ. ഈ മേശ ലെറ്റ് ഇറ്റ് ബി എ സ്നേർ, ഇതൊരു കെണിയായി തീരട്ടെ. യഹോവയെ കണ്ട് ഭക്ഷിപ്പാൻ അവർക്ക് സാധിച്ചു. യഹോവയോട് അവർ ഒന്നിച്ച് ഭക്ഷിച്ചു, അവനോട് കൂട്ടായ്മ അനുഭവിച്ചു. എന്നാൽ അത് അവർക്ക് ഒരു ശാപത്തിനും ഒരു നാശത്തിനും കാരണമായി ഭവിക്കുകയാണ്. നമ്മൾ ഓർക്കണം, ഇത് എന്തുകൊണ്ടാണ്? ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരുന്നത് കൊണ്ട്, മന്ദമായി കേട്ടതുകൊണ്ട്. നമ്മുടെ കർത്താവ് ഇതുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ പബ്ലിക് മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ, ശ്രദ്ധിച്ച ഈ യഹൂദനുള്ള ബന്ധത്തിൽ, യോഹന്നാൻ 12-ാം അധ്യായം നോക്കിയാട്ടെ. യോഹന്നാൻ സുവിശേഷം 12-ാമത്തെ അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 39 തൊട്ട് 40 വരെയുള്ള വാക്യം. 39 തൊട്ട് 40 വരെ. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നു, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികെയോ താൻ അവരെ സൗഖ്യമാക്കിയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. കർത്താവ് അത് ചെയ്തു എന്നാണ്. അത് ലളിതമായ വാക്കുകളിൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ ജുഡീഷ്യൽ ആക്ഷൻ. വിൽഫുൾ ഹാർട്ട്നെസ് വാസ് ജഡ്ജ് ബൈ ജുഡീഷ്യൽ ഹാർട്ട്നെസ്. മനഃപൂർവ്വം ഹൃദയം കഠിനപ്പെടുത്തിയപ്പോൾ, ദൈവത്തോട് താല്പര്യമില്ലാതെ വന്നപ്പോൾ, ദൈവം നിയമപരമായി അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. യഹൂദൻ അവനോട് യാതൊരു താല്പര്യമില്ലാതെ, അവൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ഇഷ്ടമില്ലാതെ, അവനെ കാണുവാൻ ആ കണ്ണുകൾ തുറന്നു നോക്കാതെ അവർ മന്ദമായി കേട്ട് ഹൃദയം തടിപ്പിച്ച് അവർക്ക് താല്പര്യമില്ലാതിരുന്നു. ദൈവം എന്ത് ചെയ്തു? വിൽഫുൾ ഹാർട്ട്നെസ്. ഇസ്രായേൽ പലപ്പോഴും അവർക്ക് സംഭവിച്ച ഇങ്ങനെ തന്നെയാണ്. നമുക്കും ഇത് സംഭവിക്കാം. ദിസ് ഈസ് എ ജുഡീഷ്യൽ. അതുകൊണ്ടാണ് എബ്രായത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മരുഭൂമിയിലെ മസാനാളിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. 10-ാം വാക്യം നോക്കാം. റോമലേഖനം 11-ന്റെ 10-ാം വാക്യം. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ, അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിഞ്ഞിരിക്കണമേ. സങ്കീർത്തനം 69-ന്റെ 22, 23 വാക്യമാണ്. എല്ലായ്പ്പോഴും മുതുക് കുനിഞ്ഞിരിക്കുക. കണ്ണ് കാണത്തില്ല, കണ്ണ് ഇരുണ്ടു പോവുക, മുതുക് കുനിഞ്ഞിരിക്കുക. ദേ ആർ നോട്ട് ഓൺലി ബ്ലൈൻഡ്, അവർ ബ്ലൈൻഡ് മാത്രമല്ല, അവർ ഭൗമികവാദികളായി അല്ലെങ്കിൽ ലോകചിന്തയാൽ കൂനിപ്പോയി. യഹൂദനാരാ? യഹൂദനാ ലോകത്തിലെ വലിയ ബാങ്കേഴ്സും ബിസിനസ്സുകാരും. അവർക്ക് ഭൗമിക കാര്യത്തിലായി നോക്കുക. ദൈവം അവരെ ഒരു പ്രത്യേക ജനമാക്കി തീർത്ത, പുരോഹിതവർഗമാക്കി തീർത്ത, ആത്മീകമായി ഭയങ്കര പ്രകാശം കൊടുത്തതാ. അവരെ പോലെ മറ്റൊരു രാജ്യമില്ലാതെ അവരെ ആക്കി തീർത്തതാ. പക്ഷേ അവർ കുനിഞ്ഞുപോയി. ആ കുനിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അവരുടെ ശ്രദ്ധ മുഴുവൻ മണ്ണിനോടായിപ്പോയി, കൂനിപ്പോയി, മുതുക് കുനിഞ്ഞുപോയി. നമ്മളെക്കുറിച്ച് ഓർക്കണം, നമ്മൾ മുകളിലോട്ട് നോക്കുന്നവരാണ്. അപ്വേർഡ് ലുക്ക്. വി ഹാവ് ആൻ അപ്വേർഡ് ലുക്ക്. കൊലോസ്യർ 3 അതിൻ്റെ 1-2 വാക്യം നമുക്കറിയാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യം. നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഭൂമിയിലുള്ളതല്ല, ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പേ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ. അപ്വേർഡ് ലുക്ക്. പൗലോസ് ഫിലിപ്പ് ലേഖനം 3-14 പറയുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട് പരമയുടെ ലാക്കിലേക്ക് ഓടുക. അപ്വേർഡ് ലുക്ക് ആൻഡ് ഫോർവേഡ് ലുക്ക്. മുകളിലോട്ട് നോക്കുക, മുന്നോട്ട് നോക്കുക. ഒരു വിശുദ്ധൻ്റെ കാഴ്ചപ്പാട് മുകളിലോട്ട് നോക്കുകയും മുന്നോട്ട് നോക്കുകയും ചെയ്യുകയാണ്. പുറകോട്ട് നോക്കാനല്ല, കുനിഞ്ഞു നോക്കാനല്ല. അവർ കുനിഞ്ഞു നോക്കുന്നവരായി മാറി. അവരുടെ മുതുക് കുനിഞ്ഞുപോയി, ഭൗമികവാദികളായി, ആത്മീയ അന്ധന്മാരായവർ പോയി. പക്ഷേ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പൗലോസ് പറയുന്നത് നോക്കാം. 11-ാം വാക്യം നോക്കിയാട്ടെ. എന്നാൽ അവർ വീഴേണ്ടതിന് ഇടറിയതെന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല. അവർ ഇടറിയത് അവർ വീഴേണ്ടതിനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ.
എന്തായി പൗലോസ് പറയുന്നത്? ഒരു നാളുമല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു വന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കാൻ ഏറ്റവും മനോഹരമായ ഭാഗം യേശുക്രിസ്തു പറഞ്ഞ ഉപമ തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായമാണ്. മാത്യു ചാപ്റ്റർ 22. ഏറ്റവും മനോഹരമായ ഭാഗം, ഈ പറയുന്ന റോമാലേഖനത്തിൻ്റെ ഈ വിഷയം മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഭാഗം 22-ാം അധ്യായം. അവിടെ നോക്കിയാട്ടെ, അവിടെ ഞാനൊന്ന് പറഞ്ഞു പോയിക്കോട്ടെ. യേശു പിന്നെയും ഉപമകളായി പ്രസ്താവിച്ചെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സില്ല. അവൻ പിന്നെയും മറ്റ് ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി തീർത്തു, എൻ്റെ കാളകളെ തടുപ്പിച്ച മൃഗങ്ങളെ മറുത്തു, എല്ലാം ഒരുക്കിയിരിക്കുന്നു. കല്യാണത്തിന് വരുവീനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. ഈ ഭാഗത്ത് ഊന്നൽ കൊടുത്തിട്ടുണ്ട്. ക്ഷണിച്ചവരെയാണ് വിളിക്കുന്നത്. ആരെയായി ക്ഷണിച്ചവർ? ആരായി ക്ഷണിച്ചവർ? ദൈവം നേരിട്ട് ക്ഷണിച്ചത് അബ്രഹാം, ഇസാക്ക്, യാക്കോബ്. അവരെയും അവരുടെ പിൻഗാമികളെയും ദൈവം ക്ഷണിച്ചതാണ്. നോക്കുക, അതിൻ്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുന്നു. ക്ഷണിച്ചവരെ വിളിക്കാനാണ് ദാസന്മാരെ പറഞ്ഞയച്ചത്. നമ്മൾ അല്പം മുമ്പേ മത്തായി 10:5 തൊട്ടുള്ള വാക്യത്തിൽ അതാ വായിച്ചത്. യേശുക്രിസ്തു ശിഷ്യന്മാരെ പറഞ്ഞയച്ചത് ജാതികളുടെ അടുക്കലേക്കല്ല, ശമര്യരുടെ പട്ടണത്തിലേക്കല്ല. അവരെ അയച്ചത് കാണാതെ പോയ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കലോട്ടാണ്. ഇവിടെ നമ്മളതാ വായിച്ചത്, ക്ഷണിച്ചവരെ വിളിക്കാൻ പറഞ്ഞയച്ചു. അപ്പോൾ അത് 2ാമത്തെ ക്ഷണമാണ്. അവർക്ക് വരാൻ മനസ്സായില്ല. 3-ാമതും ക്ഷണിച്ചു. പിന്നെയും മറ്റ് ദാസന്മാരെ പറഞ്ഞയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി, എല്ലാം റെഡിയായി. കാൽവറി ക്രൂശിലെ മരണപുനരുത്ഥാന ശേഷം വീണ്ടും ശിഷ്യന്മാരെ അയക്കുന്നത് ഈ യഹൂദൻ്റെ മധ്യത്തിലോട്ടാണ്. അന്നേരം അവരെന്തോ ചെയ്തു? വരാൻ മനസ്സില്ലെന്ന് മാത്രമല്ല, ആ ക്ഷണം കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, നാം താഴോട്ട് വായിക്കുന്നു, തൻ്റെ ദാസന്മാരെ പിടിച്ച് അവരെ അപമാനിച്ച് കൊന്നുകളഞ്ഞു. 6-ാം വാക്യം. അവർക്ക് വരാൻ മനസ്സില്ലെന്ന് മാത്രമല്ല, ദാസന്മാരെ അപമാനിക്കുക മാത്രമല്ല, അവരെ കൊല്ലാൻ തുടങ്ങി. സ്തെഫാനോസിനെ കൊന്നു, യാക്കോബിനെ കൊന്നു, അവരെ ഉപദ്രവിച്ച് കൊല്ലാൻ തുടങ്ങി. പിന്നെ വായിക്കുന്നത് എന്താ? രാജാവ് കോപിച്ചു, സൈന്യങ്ങളെ അയച്ചു, ആ കൊലപാതകന്മാരെ മുടിച്ചു, അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. ലിറ്ററലി യെരുശലേം ചുട്ടുകളഞ്ഞു, ദേവാലയം ചുട്ടുകളഞ്ഞു. പിന്നെ നോക്കിക്കാട്ടെ 8-ാം വാക്യം. പിന്നെ അവൻ അവരോട്, ദാസന്മാരോട്, കല്യാണം ഒരുക്കിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവർ യോഗ്യരായില്ല, ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പിനെന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴിയിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. എപ്പോഴാണ് ഈ ക്ഷണം കിട്ടിയത്? വേലിക്കലും വഴിത്തലക്കലും നിൽക്കുന്ന നല്ലവരും ദുഷ്ടന്മാരുമായ കൊള്ളരുതാത്തവരായ മനുഷ്യർക്ക് ഈ ക്ഷണം കിട്ടിയത് എപ്പോഴാണ്? അവരുടെ ഭ്രംശം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. പ്രിയ രാജബ്രദറൊക്കെ ഒരു മീറ്റിംഗ് രാജേന്ദ്ര മൈതാനത്ത് നടത്തിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് വാളണ്ടിയേഴ്സായിട്ട് നിന്നത് ജയിലിൽ നിന്ന് വന്നവരാണ്. പ്രിസൺ ഇതിൽ നിന്ന് വന്ന ഒരു ഓർഗനൈസേഷൻ്റെ ആളുകളാണ്. 10-20 പേര് അന്ന് വാളണ്ടിയേഴ്സായിട്ട് വർക്ക് ചെയ്ത്. ഞാൻ അവരോട് അടുത്തിടപെട്ട് നോക്കി, ഒന്നിച്ച് യാത്ര ചെയ്തപ്പോൾ സംസാരിച്ച് നോക്കി. പലരും കൊലപാതകന്മാരാണ്, രാഷ്ട്രീയ കൊലപാതകം. അപ്പോൾ അവരെങ്ങനെയാണ് കൊലപാതകം നടത്തുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകവും എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായത്. അവർ വെറും പാർട്ടിക്ക് വേണ്ടി കൊലപാതകങ്ങൾ നടത്തി ജയിലിൽ അടയ്ക്കപ്പെട്ടു. പക്ഷേ അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടു. ഹൈന്ദവരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അവർ രക്ഷിക്കപ്പെട്ടെന്ന് കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്നു. എന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ നമ്മൾ വായിക്കുന്നു, കണ്ട ഇവിടെ ആരെയാ ക്ഷണിക്കാൻ പോയെന്ന് നോക്കിയാട്ടെ, വഴിത്തലക്കൽ കാണുന്നവരെയൊക്കെയും വിളിപ്പി, പെരുവഴിയിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയെല്ലാം കൂട്ടിക്കൊണ്ടുപോകും. ആ ക്ഷണം കൃപയാൽ നമുക്ക് ലഭിച്ചു. ലോകത്തിലെ ആഗോളം. ഇനി നമ്മൾ റോമലേഖനത്തിൽ പൗലോസ് പറഞ്ഞ ആ വാക്യത്തിൻ്റെ അർത്ഥം നോക്കിയാട്ടെ. ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? 11-ാം വാക്യത്തിൻ്റെ അവസാനം, അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. സ്തോത്രം അല്ലേ? ദൈവത്തിന് സ്തോത്രം. യഹൂദൻ്റെ ഭ്രംശമാണ് ജാതികളായി നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത്. എൻ്റെ വീട് നിറയേണ്ടത്. ഒരു വാക്യം കൂടെ വായിക്കാം. ലൂക്കോസ് 14, ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം. അവിടെ ആ വാക്യം ഒന്ന് നോക്കിയാട്ടെ. 14-ാം അധ്യായത്തിൻ്റെ 21 തൊട്ടുള്ള വാക്യം, 14-ന്റെ 21 തൊട്ടുള്ള വാക്യം.
ദാസൻ മടങ്ങി വന്ന യജമാനോട്, അപ്പോൾ വീട്ടുടയവൻ കോപിച്ച ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീതികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. പിന്നെ ദാസൻ യജമാനോട് കൽപ്പിച്ച് ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. യജമാനൻ ദാസനോട്, നീ പെരുവഴിയിലും വേലിക്കരികിലും പോയി എൻ്റെ വീട് നിറയേണ്ടതിന് കാണുന്നവരെയൊക്കെയും അകത്ത് നിർബന്ധിക്ക. ആ ക്ഷണിച്ച പുരുഷന്മാരാരും എൻ്റെ അത്താഴം ആസ്വദിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എൻ്റെ വീട് നിറയേണ്ടതിന്. ആ വാക്ക് നോക്കുക, എൻ്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെയൊക്കെ അകത്തു കൊണ്ടുവരാൻ നിർബന്ധിക്കുക. സുവിശേഷവുമായിട്ട് ദൈവദാസന്മാർ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ആ നിർബന്ധമാണ് നമ്മളും ചെയ്യുന്നത്. അവൻ്റെ ഭവനത്തിൽ നിറയ്ക്കുകയാണ് ആളുകളെ കൊണ്ട്. ഞാനും നിങ്ങളും അങ്ങനെ അവൻ്റെ ഭവനത്തിൻ്റെ അംഗങ്ങളായി മാറി. അവൻ്റെ വീട്ടിൽ അവൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ നമ്മളുമായി മാറി. മറ്റൊരു വാക്യം കൂടെ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ആ ഭാഗം വിടാം. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം നോക്കിയാട്ടെ. അവിടെയും പൗലോസിൻ്റെ വാക്കാണത്. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 18:6, 18-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, 18:6. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യാൽ അവൻ വസ്ത്രം കുടഞ്ഞു, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു. യഹൂദൻ അവനെ എതിർക്കുകയാണ്. വസ്ത്രം കുടഞ്ഞ് ഇനിമേൽ ജാതികളുടെ അടുക്കലേക്ക് പോകും. പൗലോസ് മറ്റൊരു കാര്യം പറയുന്നു. ഇതെന്തിനാണെന്നാണ് പൗലോസ് പറയുന്നത്? പൗലോസിനെ അറിയപ്പെടുന്നത് ജാതികളുടെ അപ്പോസ്തലൻ. ജാതികളുടെ അപ്പോസ്തലൻ, ജാതികളോട് സുവിശേഷം അറിയിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, എന്തിനാണെന്ന് പറയുന്നുണ്ട്. പൗലോസ് ഇവിടെ പറയുന്നത് ഒന്ന് നോക്കിയാട്ടെ, അത് അവർക്ക് എരിവ് വരുത്തുവാൻ എന്തെങ്കിലും, ടു പ്രൊവോക്ക് ദം ടു ജലസി. നമ്മൾ വായിക്കുന്നത് അവർക്ക് 11-ാം വാക്യത്തിൻ്റെ അവസാനം, എന്തിനാണ് ഇത് ഈ ജാതികളോട് ഇങ്ങനെ, എന്നാൽ അവർ വീഴേണ്ടതിനോട് ഇടറിയെന്ന് ഞാൻ ചോദിക്കും. ഒരു നാളുമല്ല, അവർക്ക് എരിവ് വരുത്തുവാൻ, ടു പ്രൊവോക്ക് ദം ടു ജലസി എന്ന് പറഞ്ഞാൽ, അശ്രദ്ധാലുക്കളായ യഹൂദന്മാർക്ക് യേശുക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ പുറജാതികളായി ഒന്നും കൊള്ളരുതാത്ത, വേലിക്കൽ നിന്ന് വഴിക്ക് തലയ്ക്കൽ നിന്ന് കൊള്ളരുതാത്തവരായ മനുഷ്യരൊക്കെ ഇത്ര രൂപാന്തരം പ്രാപിച്ച അനുഗ്രഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരിത് കണ്ട് കുറേ പേരെങ്കിലും ഒരു എന്താ പറയേണ്ടത്, അവർക്കൊരു എരിവ് വരുവാൻ കാരണമായെങ്കിൽ, ഒരു ജലസുണ്ടായിരുന്നെങ്കിൽ, പൗലോസ് പറയുകയാണ്. എന്നാൽ അതുള്ള ബന്ധത്തിൽ 12-ാം വാക്യം, അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികളുടെ സമ്പത്തും വരുവാൻ കാരണമായി. ഓ, ദൈവത്തിന് സ്തോത്രം. ഒന്ന് നോക്കിയ വാക്യം, അവരുടെ ലംഘനം ലോകത്തിൻ്റെ ധനത്തിനും അവരുടെ നഷ്ടം ജാതികളുടെ സമ്പത്ത് വരുവാൻ കാരണമായി. പഴയ നിയമകാലത്ത് ഒരു യഹൂദൻ രക്ഷിക്കപ്പെടണമെങ്കിൽ അവനൊരു പ്രോസ്ലൈറ്റ് ആകണം. അവൻ ഒരു യഹൂദ വിശ്വാസത്തിലേക്ക് വന്ന് പരിച്ഛേദന ഏൽക്കണം, യാഗങ്ങൾ അർപ്പിക്കണം, യഹൂദൻ്റെ ആചാരത്തിലേക്ക് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കണം, 3 പ്രാവശ്യം യെരുശലേമിൽ പോകണം, യാഗം അർപ്പിക്കണം, ഇതൊക്കെ ചെയ്യണമായിരുന്നു. ഈ ഷുഡ് ബിക്കം എ പ്രോസ്ലൈറ്റ്. അങ്ങനെ അനേക ജാതികൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതാണോ ഇത്? അല്ല. അവരുടെ ഭ്രംശം എന്ത് സംഭവിച്ചു? ലോകത്തിൻ്റെ ധനവും ജാതികളുടെ സമ്പത്തിനും കാരണമായി. ഒന്നാലോചിച്ച് നോക്കി, ഇന്ന് അവർക്ക് പ്രോസ്ലൈറ്റ് ആകേണ്ട ആവശ്യമില്ല. ഇന്ന് അവർക്ക് യഹൂദ പുരോഹിതന്മാരുടെ ശുശ്രൂഷയൊന്നും വേണ്ട. അവരെ ദൈവം രാജകീയ പുരോഹിത വർഗമാക്കി, അവരെ ധനികരാക്കി, സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ അവരെ നിറച്ചു. അവർക്ക് ധനം, ഇവിടെ വായിക്കുന്ന പോലെ ഈ യഹൂദൻ്റെ തിരസ്കരണം നമ്മളിവിടെ വായിച്ചതുപോലെ ലോകത്തിൻ്റെ ധനവും ജാതികളുടെ സമ്പത്തിനും കാരണമായി. എത്രയോ അനുഗ്രഹം നമ്മൾ അനുഭവിക്കുന്നു, എത്രയോ അനുഗ്രഹം അനുഭവിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ച പുറജാതികൾ എത്രയോ സ്വർഗീയ ധനത്തിൻ്റെ ഉടമകളായി, എത്രയോ സമ്പത്തുള്ളവരായി അവർ മാറി, എത്രയോ ഉന്നതമായ നിലവാരത്തിലേക്ക് അവർ ഉയർന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും. എന്നാൽ പൗലോസ് വേറൊരു കാര്യം പറയുന്നു. ഇങ്ങനെ നമ്മളിന്ന് എത്ര അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്, രാജകീയ പുരോഹിത വർഗമാണ്, ഉന്നതന്മാരാണ്, എത്രയോ പ്രകാശം ലഭിച്ച മനുഷ്യരാണ്, എത്രയോ സമാധാനമുള്ളവരാണ്, പ്രത്യാശയുള്ളവരാണ്, സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹങ്ങളും അനുഭവിക്കുന്ന നമ്മൾ. ഇതൊക്കെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നെങ്കിൽ പൗലോസ് ഒരു കാരണം പറയാം, എങ്കിൽ
ഇതൊക്കെ ലഭിച്ചത് യഹൂദൻ്റെ തിരസ്കരണം കൊണ്ടാണ്, ലംഘനം ഹേതുവായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയ 12 വാക്യത്തിൻ്റെ അവസാനം, എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. ഇത്രയും അനുഗ്രഹം ഇന്ന് യഹൂദൻ്റെ തിരസ്കരണം മൂലം നമുക്ക് കിട്ടിയെങ്കിൽ, യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എത്ര വലുതായിരിക്കും. ഇത്രയും അനുഗ്രഹം നമുക്ക് അവൻ്റെ ലംഘനം മൂലം കിട്ടിയെങ്കിൽ, അവനെ യഥാസ്ഥാനപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം എത്ര വലുതായിരിക്കും. പൗലോസ് ചോദിക്കുക, എങ്കിൽ അവരുടെ യഥാസ്ഥാനം നമുക്ക് എത്രയധികം ധനവും എത്രയധികം സമ്പത്ത്. അവരുടെ യഥാസ്ഥാനം നടക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിലാണ്. ആ മടങ്ങി വരവിൽ പത്രോസ് രേഖപ്പെടുത്തി, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടമില്ലാത്തൊരവകാശം. സ്വർഗത്തിൽ നമുക്കൊരവകാശം സൂക്ഷിച്ചിട്ടുണ്ട്, ക്ഷയവും മാട്ടവും മാലിന്യവും ഇല്ലാത്തൊരവകാശം. എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു, അവൻ്റെ കൃപയുടെ അത്യന്ത ധനം, എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് ഗ്രേസ്. ആ കൃപയുടെ ബഹുത്വം നമ്മളൊന്ന് ആലോചിച്ച്. പൗലോസ് പറയുന്ന ഒരു ലോജിക്കൽ ആർഗ്യുമെൻ്റാണ്. റോമലേഖനം 5 നമ്മൾ കണ്ടു, പൗലോസ് ചില ലോജിക്കൽ ആർഗ്യുമെന്റ്, താത്വികമായ ശത്രുക്കളായിരിക്കുമ്പോൾ നിങ്ങളെ ദൈവം നിരപ്പിച്ചെങ്കിൽ നിരന്ന ശേഷം നമ്മൾ ഇന്ന് മിത്രങ്ങളായി എത്രയധികമായി രക്ഷിക്കപ്പെടും. പൗലോസ് ചോദിക്കുന്ന ഒരു താത്വികമായ ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ്. അതേ ആർഗ്യുമെന്റ് ഇവിടെ കൊണ്ടുവരിക. യഹൂദൻ്റെ ലംഘനം നിങ്ങൾക്ക് ഇത്രയും ധനം കിട്ടാൻ കാരണമായെങ്കിൽ, ഇത്രയും ആത്മീക ധനവും സമ്പത്തും നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ, അവരുടെ യഥാസ്ഥാനം ഒരു സമയമുണ്ട്. അന്ന് എത്രയധികമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്രയോ അനുഗ്രഹത്തിലേക്ക് കടക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് അതിൻ്റെ പൗലോസ് പിന്നീട് നമ്മളോടൊരു ചോദ്യം ചോദിക്കുക. ജാതികളായി നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് 13ഉം 14ഉം വാക്യം. എന്നാൽ ജാതികളായി നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കയാൽ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ലവിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലർ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. പൗലോസ് ജാതികളുടെ മധ്യത്തിൽ, ഈ വാസ് എ ജെൻറ്റൈൽ മിനിസ്റ്റർ. പത്രോസിൻ്റെ ശുശ്രൂഷ യഹൂദന്മാരുടെ മധ്യത്തിൽ, പൗലോസിൻ്റെ ശുശ്രൂഷ ജാതികളുടെ മധ്യത്തിൽ. ജാതികൾ ഭൂമിയുടെ അറ്റത്തോളം പോവുകയാണ്. ടു പ്രൊവോക്ക് മൈ ഫെലോ ജൂസ് ടു ജലസി, അവരെ ഉണർത്തുവാൻ. പൗലോസ് ഈ സാക്ഷ്യമൊക്കെ പറയുകയാണ്. നമ്മുടെ സാക്ഷ്യം വാസ്തവത്തിൽ മറ്റുള്ളവരെ ഈ വിധത്തിൽ സ്വാധീനിക്കും. ഇവിടെയും 13ഉം 14ഉം വാക്യത്തിലെ അർത്ഥം, നമ്മുടെ ആ സാക്ഷ്യം മറ്റുള്ളവരെ സ്വാധീനിക്കുമെന്നുള്ളത് കാണുകയാണ്. നോക്കുക, ഇവിടെ നമ്മൾ വായിക്കുന്നു, ജാതികളായ നിങ്ങളോട് ഞാൻ ജാതികളുടെ അപ്പോസ്തലനായിരിക്കയാൽ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ലവിധേനയെ സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചയുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും. എത്രയോ നമ്മൾ ധ്യാനിച്ചിട്ടുള്ളൊരു ഭാഗമാണ് റിസീവിങ് ദം, അവരെ അംഗീകരിക്കുന്ന ഒരു ദിവസം. അവരുടെ ഭ്രംശം, കാസ്റ്റിംഗ് ഓഫ് ദം ഹാസ് ബ്രോട്ട് റിക്കൺസിലിയേഷൻ ടു ദ വേൾഡ്. യഹൂദൻ്റെ തിരസ്കരണമാണ് ലോകത്തിന് നിരപ്പ് ലഭിക്കാനായിട്ട് ഇടയായി മാറിയത്. എന്നാൽ ഈ യുഗം അവസാനിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ യുഗം അവസാനിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടം എന്നാണെന്നാണ് പറയുന്നത്. അത് ഇവിടെ പറയുന്നത് അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും. യഹൂദൻ്റെ അംഗീകരണവും യഹൂദൻ്റെ തിരസ്കരണവും. പ്രവചനപരമായി പ്രവചന തൽപരനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ഭാഗം ഞാൻ ഒരുപാട് എടുത്ത് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതൊന്ന് ഒരു പ്രത്യേക വിധത്തിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ നമ്മളൊന്ന് നോട്ട് ചെയ്താൽ അവരുടെ ഭ്രംശമുണ്ട്, അവരുടെ അംഗീകാരമുണ്ട്. കാസ്റ്റിംഗ് ഓഫ് ദം ആൻഡ് റിസീവിങ് ഓഫ് ദം. യഹൂദൻ്റെ ഭ്രംശം നമ്മൾ നോക്കിയാൽ 2 ഭ്രംശമുണ്ട്. 2 ഭ്രംശം. ഒന്ന് ആത്മീക ഭ്രംശം, 2 രാഷ്ട്രീയ ഭ്രംശം. സ്പിരിച്വൽ കാസ്റ്റിംഗ് ആൻഡ് നാഷണൽ കാസ്റ്റിംഗ്. ഇനി അവരുടെ അംഗീകരണം, അതും 2 ഉണ്ട്. അവരെ രാഷ്ട്രീയമായി അംഗീകരിക്കുന്നു, പിന്നീട് അവരെ ആത്മീകമായിട്ട് അംഗീകരിക്കുന്നു. ഇനിയും ഒന്ന് ശ്രദ്ധിച്ചാൽ
അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സഭ എന്നാ ഉണ്ടാകുന്നത്? സഭ രൂപപ്പെടുന്നതെന്നാണ്. അവരുടെ ആത്മിക ഭ്രംശത്തിനും രാഷ്ട്രീയ ഭ്രംശത്തിനും ഇടയിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പെന്തിക്കോസ്ത് നാളിൽ ദൈവസഭയുടെ പണി ആരംഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാം ജീവിക്കുന്ന ഇന്ന് ഇസ്രായേൽ ലോകത്തിൽ നിന്നൊരു രാഷ്ട്രമായി മടങ്ങി വന്നു 48-ൽ. അത് രാഷ്ട്രീയ ഭ്രംശം മാറി. ഇനി മാറേണ്ടത് എന്താ? ആത്മീക ഭ്രംശമാണ്. ഈ രാഷ്ട്രീയ ഭ്രംശത്തിനും ആത്മീയ ഭ്രംശത്തിനും മധ്യത്തിൽ വെച്ച് ദൈവസഭയുടെ പണി പൂർത്തീകരിക്കും. ദൈവസഭയുടെ പണി പൂർത്തീകരിച്ച ശേഷമാണ് യഹൂദന്റെ ആത്മീയ ഭ്രംശം ദൈവം മാറ്റുന്നത്. ഒരു വാക്യം നോക്കാം. ഒരു രഹസ്യം ഉള്ള ഒരു വാക്യമാണ് ഹോശേയ-പ്രവചനം 6-ാം അധ്യായം. ഹോശേയ-പ്രവചനം 6-ാം അധ്യായം. അവിടെ ആദ്യത്തെ 3 വാക്യം ഒന്ന് വായിച്ചു നോക്കാം. വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. ആ വാക്ക് നോക്കി. 2 ദിവസം കഴിഞ്ഞ് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. ദ കമ്മിങ് ഓഫ് ഹിസ്, കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ചാണ് പറയുന്നത്. ഹിസ് കമ്മിങ് ഫോർത്ത് ഈസ് certain as dawn. പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്ന പോലെ, നിശ്ചയമുള്ളതുപോലെ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനെ കുറിച്ചാണ് 3-ാം വാക്യത്തിൽ പറയുന്നത്. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. എന്നാൽ അവിടെ ഒരു രഹസ്യം ഞാൻ ഓർപ്പിക്കട്ടെ. 2 ദിവസം കഴിഞ്ഞ് നമ്മളെ ഇപ്പോൾ അടിച്ചിരിക്കുക. 2 ദിവസം കഴിഞ്ഞ് നമ്മളെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. 2000 വർഷം ചിതറിക്കിടന്ന യഹൂദനെ ദൈവം ഇന്ന് ജീവിപ്പിച്ചു, ഒരു രാഷ്ട്രമാക്കി. അവരുടെ ഭ്രംശം മാറി, ഒരു രാഷ്ട്രമായി അവർ തീർന്നു. രാഷ്ട്രീയ ഭ്രംശം മാറി. ഇനിയും ആത്മീയ ഭ്രംശം മാറ്റുന്നത് കർത്താവ് 2ാമത് വരുമ്പോഴാണ്. അവർ തിരിച്ചറിയുമ്പോഴാണ്, അവർ കുത്തിവെങ്കിലേക്ക് നോക്കുമ്പോഴാണ്. സക്കറിയാ-പ്രവചനത്തിൽ 12-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ, ആ 13-ാം അധ്യായത്തിലൊക്കെ അവർ കുത്തിവെങ്കിലേക്ക് നോക്കി അവർ കരയുന്നൊരു ദിവസമുണ്ട്. അത് സംഭവിക്കണമെങ്കിൽ സഭയുടെ ഒന്ന് പോകണം. അതാണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവൾ ഉയർപ്പെന്നല്ലാതെ എന്താകും? മരിച്ചവരെപ്പോഴാണ് ഉയർക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിലാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഇന്നൊരു കാര്യം ഓർക്കണം. ക്രിസ്തു വരാറായി. പ്രവചനപരമായി പഠനം നടത്തുമ്പോൾ, യഹൂദൻ്റെ ചരിത്രം അപഗ്രഥിക്കുമ്പോൾ ക്രിസ്തു വരാറായി. ഒരു തെളിവൂടെ ഞാൻ ഈ ഭാഗത്തുനിന്ന് തന്ന് നിർത്താം. ഒരു തെളിവൂടെ ഈ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യുന്നത്. അതുകൂടെ ഞാൻ തരാം. 16-ാം വാക്യം നോക്കട്ടെ. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ഡം മുഴുവനും അങ്ങനെ തന്നെ, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. ഇസ്രയേലിന് അവർ ആദ്യ വിളവെടുത്തു കഴിഞ്ഞാൽ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ആദ്യത്തെ വടയുണ്ടല്ലോ, എന്തോ വേണമെന്നാണ് പറഞ്ഞേ. നമ്പേഴ്സ്, അതായത് സംഖ്യാപുസ്തകം 15-ാം അധ്യായം നോക്കാം. ദൈവം കൃത്യമായി പ്രമാണം കൊടുത്തിരുന്നു. സംഖ്യാപുസ്തകം അടുക്കള തൊട്ട്, ഗോശാല തൊട്ട്, കൃഷിഭൂമി തൊട്ട് എല്ലാ ഭാഗവും ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. സംഖ്യാപുസ്തകം അതിൻ്റെ 15-ാമത്തെ അധ്യായം. ഈ 15-ാം അധ്യായത്തിൽ 19 വാക്യം നോക്കി. ദേശത്തിലെ ആഹാരം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കണം. ആദ്യത്തെ തനിമ കൊണ്ടുള്ള ഒരു വട ഉദർച്ചാർപ്പണമായി കഴിക്കണം. മെതിക്കളത്തിലെ ഉദർച്ചാർപ്പണം പോലെ തന്നെ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. അവരാദ്യത്തെ വിളവെടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി വട ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ വട ദൈവത്തിന് കൊടുക്കണം. അതാണ് നമ്മൾ ഇനി റോമലേഖനം 10-ാം അധ്യായത്തിൽ നോക്കിയാട്ടെ. ആദ്യ ഫലം വിശുദ്ധമെങ്കിൽ പിണ്ഡവും അങ്ങനെ തന്നെ. ആദ്യ ഫലം ദൈവത്തിന് ആദ്യം ഒരു വടയുണ്ടാക്കി കൊടുത്താൽ പിന്നീട് ശേഷിക്കുന്ന ആ മാവുണ്ടല്ലോ, അതും വിശുദ്ധമാണ്. എന്തിനാ ഇത് പറഞ്ഞത്? അതിൻ്റെ 16-ാം വാക്യത്തിൽ 2ാമതെടുത്ത് പറഞ്ഞു നോക്കി. വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ.
ആരായി വേര്? ആദ്യ ഭാഗം നമ്മൾ ഓർക്കണം. ഇസ്രയേലിന് കൊടുത്ത ചരിത്രം അപഗ്രഥിച്ചാൽ ആദ്യ കറ്റ കൊടുക്കണം, ഗോശാലയിൽ പിറക്കുന്ന ആദ്യത്തെ കിടാവിനെ കൊടുക്കണം, അവരുടെ കുടുംബത്തിൽ ജനിച്ച കടിഞ്ഞൂലായ കുഞ്ഞൊക്കെ എനിക്കുള്ളതാണ്. ആ കടിഞ്ഞൂലായി പിറന്ന കുഞ്ഞുങ്ങൾക്ക് പകരമാണ് പിന്നീട് ലേവ്യ ഗോത്രത്തെ മുഴുവൻ പേർതിരിച്ചത്. നിന്റെ പശുത്തൊട്ടിയിലെ ആദ്യത്തേത് എനിക്കാണ്, നിന്റെ വീട്ടിൽ ജനിക്കുന്ന ആദ്യത്തെ കുഞ്ഞ് എനിക്കാണ്, നിന്റെ വയലിൽ നിന്ന് കൊയ്യുന്ന ആദ്യത്തെ കറ്റ എനിക്കാണ്, നിന്റെ അടുക്കളയിൽ ചുട്ടെടുക്കുന്ന ആദ്യത്തെ വട എനിക്കാണ്. യഹോവേ, നിന്റെ ആദ്യ വിളവ് കൊണ്ടു. ദൈവത്തിനൊരു വടയുടെ ആവശ്യമൊന്നുമില്ല, ദൈവത്തിനൊരു കറ്റയുടെ ആവശ്യവുമില്ല. പക്ഷേ ഇതെല്ലാം തരുന്ന ദൈവത്തെ മുമ്പേ അവൻ്റെ രാജ്യം, മുമ്പേ അവൻ്റെ നീതി. ദൈവമേ, നീയാണ് ദാതാവ്. ദൈവമേ, നിന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നു, നിനക്ക് ഞങ്ങൾ മഹത്വം കരയറ്റും. അവൻ്റെ ആ അവകാശം അത് യഹൂദൻ സമ്മതിച്ചു കൊടുക്കുകയാണ്. ആദ്യത്തെ കറ്റയും ആദ്യത്തെ ഈ വടയൊക്കെ ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോൾ, ആദ്യ ഭാഗം ദൈവത്തിന് കൊടുത്തു കഴിയുമ്പോൾ പിണ്ടവും വിശുദ്ധമാണ്. വിശുദ്ധമാണെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. നമ്മൾ ഇതോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിലേക്ക് ഒന്ന് പോകണം. യെരമ്യാ പ്രവചനം 2-ാം അധ്യായം. ഈ ഭാഗം നമ്മൾ വീണ്ടും മടങ്ങി വരാം. ആ ഭാഗത്തോടുള്ള ബന്ധത്തിൽ യെരമ്യാവ് 2-ാം അധ്യായം നോക്കിയാട്ടെ. 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യം ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറഞ്ഞു നോക്കിയാട്ടെ. നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളിച്ചെന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇസ്രായേലെ, യഹോവയ്ക്ക് വിശുദ്ധവും അവൻ്റെ വിളവിൻ്റെ ആദ്യ ഫലവുമാകുന്നു. ഇസ്രായേൽ ആരാന്നാ പറഞ്ഞേ? ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവൻ്റെ വിളവിൻ്റെ ആദ്യ ഫലവുമാകും. They are the first fruit. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവൻ്റെ വിളവിൻ്റെ ആദ്യ ഫലമാണ്. അപ്പോൾ ആദ്യ ഫലം ദൈവത്തിനുള്ളതാണ്. കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ച് പറയുകയാണ്. ഇനി നോക്കണം, അതിൻ്റെ വേരെന്ന് പറയുന്നത് ഇതിൻ്റെ വേരെന്ന് പറയുന്നത് ആരെക്കുറിച്ചായി പറയുന്നത്? ഇസ്രായേലിൻ്റെ വേരെവിടുന്ന അബ്രഹാം. ആ റൂട്ട് എന്ന് പറയുന്ന അബ്രഹാമാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഈ ഭാഗത്തിലേക്കൊന്ന് കടന്നു വരാം. ആ റൂട്ട് അബ്രഹാമാണ്. വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ കൂട്ടിച്ചേർത്തു, ഒലിവൃക്ഷത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളാക്കി തീർത്തു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിലോ നീ വേരിനെ അല്ല, നിന്നെ അത്രേ ചുമക്കുന്നതെന്ന് ഓർക്കാം. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞുവെന്ന് നീ പറയാം. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. നമുക്ക് അത്രയും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കാം. അബ്രഹാമാണ്, യഹൂദനാണ്. നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ യഹോവയുടെ ആദ്യ വിളവ്, ആദ്യ ഫലം. ലോക ജനതയിൽ നിന്ന് ദൈവം ആദ്യമായൊരു ജനത്തെ എടുക്കുകയാണ്. എന്നാൽ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് അബ്രഹാമാണ്. എന്നാൽ നമ്മളൊന്ന് ഓർത്ത്, ഈ ഒലിവ് മരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാസ്തവത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ കാണിക്കുന്ന ദൈവജനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവിക സഭയുടെ ഒരു ചിത്രമാണ്. സ്വർഗീയ വിളി ലഭിച്ച ആളുകളാണ് നമ്മൾ. ഗലാത്യലേഖനം നോക്കാം. ആ വേരിൻ്റെ മേൽ അല്ലെങ്കിൽ അബ്രഹാം എന്ന വേരിൻ്റെ മകളിൽ നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുക. ആ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് ഇവിടെ വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത്? എല്ലാം നമുക്ക് അടുത്താഴ്ച ചിന്തിക്കാം. 24-ാം വാക്യം, സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായ നല്ല ഒലിവ് മരത്തോട് ഒട്ടിച്ചു. സാധാരണ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വിരുദ്ധമായി ചെയ്തു. എനിക്ക് റബ്ബർ കൃഷിയുള്ള ആളാണ്. കുറച്ച് റബ്ബർ തോട്ടമുണ്ട്. എൻ്റെ ഫാദറിന് റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റബ്ബർ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ബഡ് ചെയ്യുന്നതൊക്കെ. വളരെ കൊച്ചിലെ അതായിരുന്നു വലിയ താല്പര്യം കാണാനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ.
അപ്പോൾ ഫാദർ പോയി ദൂരൊക്കെ പോയി നല്ല റബ്ബറിൻ്റെ ബഡ്ഡൂടുണ്ട്, തടി നല്ലത് കൊണ്ടുവരും. പക്ഷെ ആദ്യമേ എന്ത് ചെയ്യും, കുറച്ച് അഴുക്ക് കുരുക്കളെല്ലാം വിട്ട് എന്ന് പറഞ്ഞാൽ വലിയ 105 അങ്ങനെയുള്ള തൈകളൊന്നുമല്ല, ഇട്ടം കിളിപ്പിക്കുകയാണ്. കിളിപ്പിച്ച് അതൊരു വളർന്ന് അങ്ങോട്ട് വരുമ്പോഴാണ് അവിടെ കൊണ്ടുവന്ന് ഈ നല്ല വുഡിൽ നിന്ന് മുറിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇതിനോടൊട്ടിച്ച് അത് വളർത്തിയെടുത്തിട്ട് അഴുക്ക് കട്ട് ചെയ്യും, പിന്നെ നല്ലത് തന്നെ വളരും. സാധാരണ ഗ്രാഫ്റ്റ് ചെയ്യുന്ന അങ്ങനെ നല്ലതാണ് ഒട്ടിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, സ്വഭാവമായ കാട്ടുമരത്തിൽ നിന്ന് തന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി ഗ്രാഫ്റ്റ് ചെയ്തു. അതെങ്ങനെയാ? നല്ലതിനെ മുറിച്ചിട്ടാണ് കാട്ടുമരമായി നിന്നെ കൊണ്ടുവന്ന് ഒട്ടിച്ചേക്കുന്നത്. ഗ്രാഫ്റ്റിംഗ് തന്നെ പല വിധത്തിലുണ്ട്. റൂട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്, കമ്പിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നത് റൂട്ട് ഗ്രാഫ്റ്റിങ്, റൂട്ട് ഇങ്ങനെ വന്നിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് വളർത്തുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച്, അബ്രഹാമായിരുന്നു ആ റൂട്ട്. നമ്മളെ മുറിച്ചെടുത്ത് കൊണ്ടുവന്ന് അവിടോട്ട് വെച്ചിരിക്കുക. നമുക്ക് ഗലാത്യ ലേഖനത്തിൽ 1-2 വാക്യം വായിക്കാം. 3-ാം അധ്യായം നോക്കിയും, ഗലാത്യ ലേഖനം 3-ാം അധ്യായം, ഗലീഷ്യൻസ് ചാപ്റ്റർ 3, അതിൻ്റെ 7-ാം വാക്യം നോക്കിയാട്ടെ. 7-ാം വാക്യം, അതുകൊണ്ട് വിശ്വാസികളത്തെ അബ്രാഹാമിൻ്റെ മക്കൾ എന്ന് അറിവേ. ആരാ അബ്രാഹാമിൻ്റെ മക്കള്? വിശ്വാസികൾ. അതിൻ്റെ 14-ാമത്തെ വാക്യം നോക്കിയേ, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ ആ വേരിനോട് നമ്മളെ ഒട്ടിച്ചു. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ നമുക്ക് വരണം. ആ വേരിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടണം. ദൈവം ആരാണ് ഈ തോട്ടക്കാരൻ? എൻ്റെ പിതാവാ തോട്ടക്കാരൻ. ദൈവം സ്വഭാവ വിരുദ്ധമായി ഗ്രാഫ്റ്റ് ചെയ്തു നമ്മളെ. കാട്ടൊലിവിൻ്റെ പ്രത്യേകത എന്താ? കഴിച്ചതേ കായ്ക്കുള്ളൂ. നമ്മളാരായിരുന്നു? കഴിച്ചത് മാത്രം കായ്ച്ചിരുന്ന, പുറജാതികളായ യാതൊരു ഗുണവുമില്ലാതിരുന്ന നമ്മളെ ദൈവം എന്ത് ചെയ്തു? ആ വെട്ടിയെടുത്ത് ക്രിസ്തുയേശുവിൽ നമുക്ക് അബ്രഹാമിലൂടെ അനുഗ്രഹം ലഭിപ്പാൻ തോട്ടക്കാരനായ ദൈവത്തിൻ്റെ കരം നമ്മളെ അബ്രഹാമിനോട് ബന്ധപ്പെടുത്തി. നമ്മൾ ഇന്ന് അബ്രഹാമിൻ്റെ മക്കളായി മാറി. ആ ക്രിസ്തുയേശുവിന് അനുഗ്രഹം നമുക്ക് വരണം. ഞാൻ കുറച്ചുകൂടെ ആ ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. എന്നാൽ ഒരു കാര്യം മാത്രം ഓർപ്പിച്ചിട്ട് ഞാൻ നിർത്താം. വളരെ ചിന്തിച്ച ഒരു ഭാഗം അവിടെ എടുത്തു പറയുന്നു. 20-ാം വാക്യം. ശരി, അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കും. അതുകൊണ്ട് ഭയപ്പെടാതെ, ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ഒരു കാര്യം പറയട്ടെ, യഹൂദൻ എന്തുകൊണ്ട് തിരസ്കരിക്കപ്പെട്ടു? എന്തുകൊണ്ട് അവനെ ഒടിച്ചു കളഞ്ഞു? അവനെ ഒടിച്ചു കളഞ്ഞത് അവൻ അവിശ്വാസിയായി. ക്രിസ്ത്യ സമൂഹത്തോട് ദൈവം ഓർപ്പിക്കുകയാണ്, നിന്നെയും ആദരിക്കാതെ വരും. ഈ യഹൂദനെ പോലെ നീയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദർ ഇസ് എ റെമനന്റ് ഫോർ ഗോഡ്. എന്നാൽ ക്രിസ്ത്യാനിറ്റി ദൈവത്തിൽ നിന്ന് എത്രയോ മാറിപ്പോയി. യഹൂദിന് പറ്റിയ പോലെ തന്നെ പറ്റാൻ പോവുകയാണ് ക്രിസ്ത്യാനിറ്റിക്കും. അവരെ ഇനി ഒടിച്ചു മാറ്റിക്കളഞ്ഞേച്ച് വീണ്ടും യഹൂദനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അനദർ സൈൻ വചനത്തിൽ വായിക്കുന്നുണ്ട്, അന്ത്യകാലത്ത് മനുഷ്യരിങ്ങനെയാകും. സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാതെ സം വിൽ ഡിപ്പാർട്ട് ഫ്രം ഫെയ്ത്ത്, ചിലർ വിശ്വാസം ത്യജിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുക. അത് വരുമ്പോൾ നമ്മൾ ഓർത്തോണം, തിരിച്ച് ഗ്രാഫ്റ്റ് ചെയ്യാൻ സമയമായി. ഞാനിവിടെ നിർത്തുകയാണ്. നമുക്ക് ലഭിച്ച അനുഗ്രഹം എത്രയോ വലുതാണ്. അബ്രഹാമിലൂടെ അനുഗ്രഹം നമുക്ക് കിട്ടി. തോട്ടക്കാരനായ സ്വർഗീയ പിതാവിൻ്റെ കരം സ്വഭാവത്തിന് വിരുദ്ധമായി നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഫലമായി നമ്മളിൽ നല്ലതുള്ളതൊക്കെ അങ്ങനെ നമ്മളിൽ ഉണ്ടായതാണ്. എല്ലാ മഹത്വം അതാണ്. കർത്താവിനെ കാണുമ്പോൾ അവൻ്റെ മുമ്പിൽ ആ കിരീടങ്ങൾ ഇട്ടിട്ട് നീ സകലത്തിലും യോഗ്യനെന്ന് പറഞ്ഞ് അവൻ്റെ പാദത്തിൽ വീഴും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ കാട്ടൊലിവായിരുന്നു ഞങ്ങൾ. യഹൂദനുള്ള ബന്ധത്തിൽ ഞങ്ങൾ ആ ചരിത്രം പഠിക്കുകയായിരുന്നു. അബ്രഹാം ആ വേരാണ്. ആ കാട്ടൊലിവായി ഞങ്ങളെ സ്വഭാവത്തിന് വിരുദ്ധമായി ഞങ്ങളെ അതിനോട് ഒട്ടിച്ച് ക്രിസ്തുയേശുവിലൂടെ, അബ്രഹാമിലൂടെ, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ
ഞങ്ങൾക്ക് ലഭിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ പകർന്നു തന്നതോർത്ത് സ്തോത്രം. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മയ്ക്കും അങ്ങ് കാരണം. അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തു. ഞങ്ങൾ ഓർത്തതുപോലെ കൃപയാലൊരു ശേഷിപ്പ്, ആ ശേഷിപ്പിൽ ഞങ്ങൾ പെട്ടു. നീ ഒരുക്കുന്ന ഭവനത്തിൽ നിറയ്ക്കുവാൻ ഞങ്ങളെയും വേലിക്കലും വഴിത്തലയ്ക്കൽ നിന്നും നീ തിരഞ്ഞെടുത്തു. നിന്റെ കൃപയുടെ അത്ഭുത കരങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. നിന്റെ ജനമായ യഹൂദനെ നീ തള്ളിക്കളഞ്ഞു. അവിശ്വാസത്താൽ അവൻ തള്ളപ്പെട്ട് കിടക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഓർത്തതുപോലെ അവരുടെ ഭ്രംശം ഞങ്ങൾക്ക് ധനവും ലംഘനം, ലോകത്തിൻ്റെ ധനവും ജാതികളുടെ സമ്പത്തിനും കാരണമായി. അങ്ങനെയാണെങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികമായിരിക്കും ഞങ്ങളുടെ സമ്പത്തും ധനമൊക്കെ ആക്കി തീർക്കുന്നത്. ഞങ്ങൾ ആ കൃപയുടെ അത്യന്ത ധനമെന്ന് കാണും. ഞങ്ങളതിൻ്റെ വലുപ്പമൊക്കെ അന്ന് കാണും. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലുപരിയായി അനുഗ്രഹങ്ങളിലേക്ക് ഞങ്ങളെ നടത്തിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവിടെ ഇരുന്ന് അനുഭവിപ്പാൻ ഞങ്ങൾ വായിച്ചതുപോലെ ഓർത്തതുപോലെ അബ്രഹാമിലൂടെ ഞങ്ങൾക്ക് ക്രിസ്തു യേശുവിൽ ആ ആത്മാവിൻ്റെ അനുഗ്രഹം അനുഭവിപ്പാൻ ഇടയാക്കിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ സമാധാനമുള്ളവരാണ്, പ്രത്യാശയുള്ളവരാണ്, സ്വർഗീയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഞങ്ങളെല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. കർത്താവേ, ഞങ്ങളോട് നീ ഇന്നും ഇടപെട്ടുകൊണ്ടിരുന്നു, നന്ദി പറയുന്നു. നിൻ്റെ വിലയേറിയ വചനത്തിനായി സ്തോത്രം. ഞങ്ങളൊരു ചെറിയ കൂട്ടമാണെങ്കിലും നീ ഞങ്ങളെ കരുതുന്നു, കടാക്ഷിക്കുന്നു. അങ്ങേക്ക് മഹത്വം. ഞങ്ങൾ പിരിയുമ്പോൾ നിൻ്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം. അങ്ങ് മഹത്വം എടുക്കണം. ഇനി ഞങ്ങൾ കടന്നു വരുവോളം അങ്ങയുടെ വിരിക്കപ്പെട്ട ചെറുകളിൽ ഞങ്ങളെ സൂക്ഷിക്കണം. ദോഷങ്ങളിൽ നീ ഞങ്ങളെ വിടുവിക്കണം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.